എൻ്റെ ക്ലാസ് ടീച്ചർ എല്ലാ ദിവസവും ഞാൻ ആബ്സെൻ്റാണ്. ഒരു ക്ലാസ്സിൽ നിന്ന് തോപ്പിക്കുന്നതിനകത്ത് പെട്ട ഒരാളായിപ്പോയി ഞാൻ. ഇയാൾ പൂട്ടിക്കൊണ്ട് പോയി. ഇയാൾ എന്നെ പുറത്ത് വെച്ച് പൂട്ടിയിട്ട് ഇയാൾ പോയി. ഞാൻ അവിടെ കിടന്നു ആ ഫ്ലാറ്റിനുള്ളിൽ. എനിക്ക് വേറെ ഒരു ബന്ധവുമില്ല. ഞാൻ മുട്ടി തട്ടി ഒരു മനുഷ്യൻ, ആ ഫ്ലാറ്റിൽ ആരുമില്ല. ലോണും ഒക്കെ എടുത്തിട്ട് ഞാൻ അവിടെ 6 വില്ലയുടെ നിർമ്മാണം തുടങ്ങി. അത് വിറ്റുപോയോ? 1.5 വർഷമായിട്ട് ഈ 6 വില്ലയും വിൽക്കുന്നില്ല. പക്ഷെ അവിടെ പിന്നെയും പെട്ടു. ഇവർ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ആളുകളെ വെച്ചുകൊണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റി. പക്ഷേ ആ നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ നിന്ന് അതൊരു പോസിറ്റീവായിരുന്നു. പ്രൊജക്റ്റ് അങ്ങ് നിർത്തിയേക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നു. ആ സമയത്താണ് നമ്മൾ കണ്ടുപിട്ടു. ഞാൻ പറയും എന്ത് ട്രെയിനിങ് എന്നൊക്കെ ഓർത്ത് അവിടെ വന്നിരുന്നപ്പം. പക്ഷേ എനിക്ക് ആ ട്രെയിനിങ്ങിനകത്തുനിന്ന് കുറേ നല്ല വിത്തുകൾ കിട്ടി. എളിയ തുടക്കങ്ങളിൽ നിന്നല്ലേ വലിയ വിജയങ്ങളുണ്ടാവുന്നത്. നിങ്ങളൊരു സംരംഭകനോ സംരംഭം തുടങ്ങാനിരിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും ഇത്തരം കഥകൾ നമ്മളിൽ പ്രചോദനമുണ്ടാക്കും. സമൂഹത്തിൽ നമ്മൾ വളരെ ചെറിയ ജോലികൾ ചെയ്തിരുന്ന ചിലരൊക്കെയാണ് പിന്നീട് ഒരു സംരംഭം തുടങ്ങി വിജയിച്ച് കാണുന്നത്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. നന്മയുള്ള മനുഷ്യരുള്ള നാടാണ് മലബാർ. ആ മലബാറിൽ നിന്ന് ഒരു സംരംഭകൻ പ്രവാസിയായി പിന്നീട് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന അദ്ദേഹം സമൂഹത്തിലേക്ക് ഒരു വലിയ കോൺട്രിബ്യൂഷൻ നടത്തുന്നു, ഒരു സംരംഭകനാകുന്നു, അതിൽ വിജയക്കൊടി നാട്ടുന്നു. അത്തരം സ്പാർക്കുള്ളൊരു കഥ പറയാൻ എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ റസ്റ്റിൻ ജോസഫാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. റസ്റ്റിൻ, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു. നമസ്കാരം. റസ്റ്റിൻ്റെ ശരിക്കുള്ള നാട് എവിടെയാണ്? എൻ്റെ പപ്പയുടെ വീട് ചങ്ങനാശ്ശേരിയാണ്, അമ്മയുടെ വീട് കണ്ണൂരുമാണ് ഉള്ളത്. ഞാൻ ജനിച്ചു വളർന്നൊക്കെ കണ്ണൂർ കരുവിഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ മലബാറുകാരനായി ജന്മം കൊണ്ട് അല്ലേ? പഠനമെല്ലാം ഞാൻ പഠിച്ചത് അവിടെ കരുവിഞ്ചാൽ വയട്രമ്പ് UP സ്കൂളും ഹൈസ്കൂളും ആയിരുന്നു. പഠിക്കാനൊക്കെ നല്ല പഠിക്കണമായിരുന്നു. ഞാൻ എന്താ വെച്ചാൽ എൻ്റെ ഫാദർ ആക്ച്വലി ഒരു റബ്ബർ തൊഴിലാളിയാണ്. എൻ്റെ ഫാദറിൻ്റെ ഫാമിലിയിൽ എല്ലാവരും ടാപ്പിങ്ങിൻ്റെ ഡോക്ടർമാരാണ്. അപ്പോൾ അങ്ങനെ ഫാദർ കോട്ടയത്തു നിന്നും ഇവിടെ ടാപ്പിംഗ് ആയിട്ടാണ് വന്നത്. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു 23 വീട്ടിലോളം മാറിപ്പോയി. അതായത് ഓരോ പ്രാവശ്യവും ഈ റബ്ബർ കിട്ടുന്നത് ചിലപ്പോൾ 3 മാസത്തേക്കായിരിക്കും. അപ്പോൾ ആ 3 മാസത്തേക്ക് മാത്രമായിട്ടായിരിക്കും അവിടെ താമസിക്കുന്നത്. അത് കഴിയുമ്പോൾ ആ വീട് വെക്കേറ്റ് ചെയ്തിട്ട് ആ റബ്ബർ മുറിച്ച് പോകുമ്പോൾ അടുത്ത തോട്ടം എവിടെയാണോ അവിടെയായിരിക്കും. ചിലപ്പം ഇന്ന് കാണുന്നിടത്ത് ചിലപ്പോൾ ഒരു 10 കിലോമീറ്റർ മാറിയായിരിക്കും, ചിലപ്പോൾ ഒരു 7 കിലോമീറ്റർ മാറി. പക്ഷേ സ്കൂൾ അങ്ങനെ മാറുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ വയട്രമ്പ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വീട് ഒടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ റബ്ബർ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പയ്ക്ക് കിട്ടിയ തോട്ടം കാരക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു 35 കിലോമീറ്റർ ഉള്ള അകലത്തിലാണ്. എന്നാലും സ്കൂൾ മാറ്റാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ല. അന്നത്തെ അറിവ് കൊണ്ട് അന്ന് സ്കൂൾ മാറ്റിയില്ല. പിന്നെ ഞാനും എൻ്റെ അനിയത്തിയും ഒരേ ക്ലാസ്സിൽ തന്നെയായിരുന്നു. അപ്പം അനിയത്തി ഒരേ ക്ലാസ്സില്ല, ഞങ്ങൾ ഒന്നിച്ച് തന്നെ. അപ്പം അങ്ങ് ഞാൻ പോയപ്പം എൻ്റെ അനിയത്തിയും കൂടെ ഒന്നിച്ച് പോരണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോന്നു. എല്ലാ ക്ലാസ്സിലും ഒന്നിച്ചായിരുന്നു. 9ാം ക്ലാസ്സിലെത്തിയപ്പോഴത്തേക്കും ഞാൻ വിജയകരമായിട്ട് അവിടെ നിന്ന് തോറ്റു. കാരണം അനിയത്തിയിൽ നിന്ന് അമ്മയുടെ വീട്ടിൽ നിന്നും ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് വരുന്നത്. ഞങ്ങൾ വരുന്ന വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 35 കിലോമീറ്ററോളം വരുന്നത് ശരിക്കും പറഞ്ഞാൽ ആദ്യമേ വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് പിന്നെ ഒരു അരിപ്പാമ്പറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പാച്ചേനി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് അവിടെ നിന്നൊരു പുഴ കടക്കണം. ആ പുഴ അന്നത്തെ കാലത്ത് വള്ളം കടന്നിട്ട് പുഴയ്ക്ക് ഇക്കരക്കായിരുന്നു പനങ്ങാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ വന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററോളം അവിടെ നടന്ന് ചെനന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്കുമാണ് പിന്നെ അവിടെ നിന്ന് വാട്ടറിലേക്കുള്ള ബസ്. പിന്നെ ഒരു 16 കിലോമീറ്ററോളം ബസ്സിന് വന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് ഒരു 2 കിലോമീറ്റർ നടന്നിട്ടായിരുന്നു ഈ സ്കൂളിൽ നിന്ന്. ഞാൻ ഈ സ്കൂളിലെത്തുന്ന ദിവസമൊക്കെ ഒരു 10:45 കഴിയും. ഫസ്റ്റ് പീരീഡ് കഴിയുമ്പോഴേക്കും ഞാൻ അവിടെ എത്തുന്നത്. എൻ്റെ ക്ലാസ് ടീച്ചർ എല്ലാ ദിവസവും ഞാൻ ആബ്സെൻ്റാണ്. അപ്പം ടീച്ചർ രാവിലെ വരും, ടീച്ചറിൻ്റെ വിഷയം കഴിഞ്ഞ് ടീച്ചർ പോവും. അങ്ങനെ അന്നേരത്തെ സമയത്ത് ഒരു ക്ലാസ്സിൽ നിന്ന് തോപ്പിക്കുന്നതിനകത്ത് പെട്ട ഒരാളായിപ്പോയി ഞാൻ. കാരണം മാർക്ക് എന്ന് ഞാൻ തീരെ മാർക്ക് കുറവല്ല, എന്നാലും ഒരു ആവറേജ് ആയിട്ട് പഠിക്കുമായിരുന്നു. പക്ഷേ അറ്റൻഡൻസിനകത്ത് നമ്മൾ വളരെ പൂറായിരുന്നു. പക്ഷേ അങ്ങനെ വന്നിട്ട് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെയോ നറുക്കിട്ട് വന്നപ്പം ഞാൻ തോറ്റു. പക്ഷേ ഞാൻ തോറ്റതിന് ഞാൻ നന്ദി പറയുകയാണ്.
കാരണം ഞാൻ അന്ന് തോറ്റത് കൊണ്ടാണ് ഇന്ന് ഈ നിലയിലേക്ക് എത്തിയത്. ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ അവിടുന്ന് 9 ജയിച്ചു, 10 ജയിച്ചു. അത് കഴിയുമ്പോൾ എൻ്റെ കൂടെയുള്ള പിള്ളേർ പോയ ആ ഒരു വഴിയിലേക്ക് ഞാൻ പോകും. അപ്പോൾ ഈ പഠനം നിർത്തിയിട്ട് എന്താ ചെയ്തത്? പഠനം നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഫാദറിന് പറഞ്ഞു, തോറ്റു, ഞാനിനി പള്ളിക്കൂടത്തിലോട്ട് പോകുന്നില്ല, പഠിത്തം നിർത്തി. അപ്പം പെങ്ങൾ പറഞ്ഞു ഞാൻ പോവുക. അപ്പം അവളുടേതായ അമ്മയുടെ വീട്ടിൽ നിന്ന് അവൾ കണ്ടിന്യൂ ചെയ്തു. ആദ്യത്തെ 2 മാസം ഞാൻ ഹാപ്പി ആയിരുന്നു. പള്ളിക്കൂടം ഒന്നും പോകണ്ടല്ലോ, ഇനി പഠിക്കുകയൊന്നും വേണ്ടല്ലോ. അപ്പം പപ്പയ്ക്ക് റബ്ബർ വെട്ടാനുണ്ട്, കപ്പലണ്ടി പാട്ടം എടുക്കുമായിരുന്നു. അപ്പം കശുമാവിൻ്റെ ആട്ടമുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് രാവിലെ റബ്ബർ വെട്ടാൻ പോകണം, വെട്ടിക്കഴിഞ്ഞ ശേഷം ഇത് പാലെടുക്കണം. പാലെടുത്തതിന് ശേഷം ഒരു 10:30 ആകുമ്പോൾ ഇത് കഴിഞ്ഞ പാടെ പിന്നെ കപ്പലണ്ടി തോട്ടത്തിലാണ്. കപ്പലണ്ടി തോട്ടത്തിൽ ഈ കപ്പലണ്ടിയും പെറുക്കി ഈ കൊതുകും കടിച്ച് ഞാനിങ്ങനെ നോക്കി കഴിയുമ്പം എൻ്റെ ജീവിതം മുഴുവൻ ഈ കൊതുകും കടിച്ച് തീരുന്നൊരവസ്ഥയിലേക്ക് എത്തി. എനിക്ക് അന്നേരം തൊട്ട് കുറ്റബോധം വന്നു. എൻ്റെ പെങ്ങൾ നല്ല രീതിയിൽ പഠിക്കുന്നു, ഞാൻ മാത്രം ഇതുമായിട്ട് ഈ കപ്പലണ്ടിയും പെറുക്കി ഇങ്ങനെ നടക്കുവാണെന്ന്. അപ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പേ എനിക്കും പഠിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അന്നേരം പറഞ്ഞു, നീ എന്നാലൊരു കാര്യം ചെയ്യും, ഈ വർഷം പോയില്ല, നീ എന്നാൽ അടുത്ത വർഷം തൊട്ട് അവിടെ തന്നെ പോകും. എനിക്ക് എൻ്റെ കൂടെയുള്ളവരെല്ലാം ജയിച്ചു, ഞാൻ അവിടെ പോയി 2ാമത് ഇരിക്കുന്നു, എനിക്കൊരു ബുദ്ധിമുട്ടാണ്, എന്നെ വേറെ ഏതെങ്കിലും സ്കൂളിൽ വിട്ടാണ്. അങ്ങനെ പപ്പ അന്വേഷിച്ചപ്പോൾ തളിപ്പറമ്പ് നാഷണൽ കോളേജിലേക്ക് ഇങ്ങനെ ട്യൂട്ടോറിയലായിട്ട് വിട്ട് പഠിപ്പിക്കുന്ന ഓപ്ഷൻ ഉണ്ടെന്ന് പറയും. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ചെല്ലണമെങ്കിലും പ്രായം വേണം. 1ാമത്തെ വർഷം ചുമ്മാതെ പോയിരുന്നു. 2ാമത്തെ വർഷം എക്സാം എഴുതി. ഞങ്ങൾ 82 പേരുണ്ടായിരുന്നു. 82 പേരിനകത്തുനിന്ന് അതിനകത്ത് തോറ്റവരുമുണ്ട്, ഏജ് ആകാതെ ചാടി കയറി എക്സാം എഴുതുന്നവരുണ്ട്. അങ്ങനെ വന്നതിനകത്ത് 82 പേര് ഞങ്ങൾ 2 പേര് മാത്രം ജയിച്ചു. ഞാൻ സീതി സാഹിബ് ഹൈസ്കൂളിലായിരുന്നു 10ാം ക്ലാസ്സിൽ എക്സാം എഴുതിയത്. 2 പേര് മാത്രം ഞങ്ങൾ ജയിച്ചു. അതിൽ ഞാനുണ്ട്. ഓ വെരി ഗുഡ്. പിന്നെ 10ാം ക്ലാസ് പഠിച്ചു. അതിനുശേഷം ഞാൻ ITI പോയി. ജസ്റ്റ് എനിക്ക് അതിലേക്കൊരു വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. എല്ലാവരും പോകുന്നുണ്ടപ്പോൾ ഞാനും അങ്ങ് പോയി. പക്ഷേ എനിക്ക് അതിൽ നിന്നൊരു വലിയൊരു ഇൻട്രസ്റ്റ് തോന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പപ്പയുടെ ചേട്ടൻ മസ്കറ്റിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞു. അവൻ നല്ല നിലയിൽ രക്ഷപ്പെട്ടു. അപ്പം കുടുംബമൊക്കെ നന്നായിട്ട് നോക്കുന്നു. അപ്പോൾ എന്നോട് പപ്പ പറഞ്ഞു, എന്നാൽ അവൻ പോയി രക്ഷപ്പെട്ടാണ്, നീ ഒരു കാര്യം ചെയ്യും, നീ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സിന് കോട്ടയം കൺസൾട്ടൻറ്റിൽ ചേർന്നു. അപ്പം ചേർന്നപ്പം തന്നെ എൻ്റെ വീട് കണ്ണൂരും ഫാദറിൻ്റെ വീട് കോട്ടയമായിരുന്നതുകൊണ്ട് അപ്പോൾ അവിടുന്ന് വന്നു പോയി നിൽക്കാൻ. അപ്പം ഞാൻ ഈ വന്നു പോയി നിൽക്കുന്നതിന് പകരം ഞാൻ ആ കോഴ്സിന് ചേർന്നപ്പം തന്നെ അവിടെ ഒരു ഹോട്ടലിൽ എനിക്കൊരു പാർട്ട് ടൈം ജോലി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കോട്ടയം കോടിമത വേമ്പനാട് ലേക്ക് റിസോർട്ടിൽ എനിക്ക് അവിടത്തേക്ക് അവർ പാർട്ട് ടൈം ട്രെയിനി ആയിട്ട് ജോലി തന്നു. എത്ര ശമ്പളം? എനിക്ക് 150 രൂപയാണ്. ആദ്യത്തെ വരുമാനം. 150 രൂപ എന്ന് പറയുന്നത് അന്ന് അത് വലിയൊരു ഹാപ്പിയാണ്. ഹാപ്പി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയ പണിയൊന്നുമില്ല. ഒരു ചാക്ക് സവോള പൊളിക്കണം, പിന്നെ അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ ഈ മെയിൻ ഉപ്പും മസാല ഇടുന്ന സമയത്ത് നമ്മൾ പറയും, ഒന്നെങ്കിൽ പോയിട്ട് ആ ചട്ടി കഴുകിക്കൊണ്ട് വരാൻ പറയും, അല്ലെ അപ്പോൾ സ്റ്റോറിൽ പോയി സാധനം നമ്മളെ പഠിപ്പിക്കുകയല്ല. അങ്ങനെ എന്നാലും നമ്മൾ എന്ത് ചെയ്തു, സംഭവങ്ങളൊക്കെ പണി പഠിച്ചെടുത്തു. പക്ഷെ എനിക്ക് ചെയ്യുന്ന ജോലിയിൽ, ആ പഠിക്കുന്ന ജോലിയിൽ ആത്മാർത്ഥമായിട്ട് പഠിക്കണം എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ആവേശമുണ്ടല്ലോ, ആ ആവേശമായിരുന്നു. ഞാനങ്ങനെ അവിടെ 1 വർഷത്തോളം നിന്നു. ആദ്യത്തെ 3 മാസം 150 രൂപ ശമ്പളം കിട്ടി. പിന്നെ എനിക്കത് 300 രൂപ ശമ്പളം കിട്ടി. അപ്പോഴത്തേക്ക് ഒരു F&B മാനേജറുണ്ട്, ശമ്പളം കൂട്ടിത്തരാം എന്ന് പറയും. അപ്പോൾ ഈ ശമ്പളം കൂട്ടിത്തരണം എന്നുണ്ടെങ്കിൽ സാറിന് എന്തെങ്കിലും ചിലവ് ചെയ്യണം. സാറിന് ചിലവ് ചെയ്യണമെങ്കിൽ ഒരു 300 രൂപ വേണം ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ 2 മാസത്തെ പൈസ ആ ഗിഫ്റ്റിന് പോകും. പക്ഷേ എന്നാലും ഞാൻ അവിടെ തന്നെ നിന്നു. നന്നായിട്ട് അതിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചു. ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരി വാണിയിൽ, ബ്രീസ് ലാൻഡിൽ, തിരുവല്ല എലൈറ്റ് കോണ്ടിനെൻ്റിൽ, തിരുവല്ല അശോകിൽ, പത്തനംതിട്ട ഹൈഡേയിൽ. ഞാൻ ലാസ്റ്റ് പത്തനംതിട്ട ഹൈഡേയിലെ ചീഫ് ഷെഫായിട്ട് വർക്ക് ചെയ്യാം. വെരി ഗുഡ്. അപ്പോൾ ഈ എത്ര വർഷം കൊണ്ടാണ് അതൊക്കെ? ഏതാണ്ട് ഒരു 3 ഇയർ കൊണ്ട് ഞാൻ ആ ഒരു പൊസിഷനിൽ, ഒരു എക്സ്പീരിയൻസ് ആയി ഷെഫായി. അതായത് നല്ല കുക്കാണ്. കുക്കെന്ന് പറഞ്ഞാൽ ദൈവം ഒരു വരച്ചിരിക്കുന്ന വരയുണ്ട്. ഞാൻ വാരിയാൽ ഇട്ടാൽ ആ ഇട്ടതാണ്. ഉപ്പ് എന്ന് പറഞ്ഞത് ഒറ്റ പ്രാവശ്യം ഇടുകയുള്ളൂ, അതിനപ്പുറം ഇടുകയല്ല. അപ്പോൾ ആ ഒരു കരിയർ പെർസ്യൂ ചെയ്ത് പിന്നെ എന്തായിരുന്നു സംഭവിച്ചത്? എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തു പോകണമെന്നായി. അങ്ങനെ ഞാനൊരു ഏജൻസിയിലേക്ക് ചെന്നു. ഏജൻസി പറഞ്ഞു, കുവൈറ്റിലേക്ക് വിസയുണ്ട്, ഞാൻ ഹോട്ടൽ മാനേജർ, എനിക്ക് ഷെഫായിട്ട് ആണ് വേണ്ടത്. കുവൈറ്റ് ഷെറാട്ടൺ ഹോട്ടലിലേക്ക് വിസ അറേഞ്ച് ചെയ്യാൻ. ഞാൻ ഷെറാട്ടൺ എന്നൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഇങ്ങനെ പലരോടും ചോദിച്ചു, പറയും അതൊരു കിടിലം ഹോട്ടലാണെന്ന് പറയും. അപ്പം ചോദിച്ചു, എത്രയാണ് വിസയ്ക്ക് ചാർജ്? അപ്പം പുള്ളി പറഞ്ഞു, ഒരു
10-60 രൂപയൊക്കെ വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 60 കുഴപ്പമില്ല. പിന്നെ ലാസ്റ്റ് പറഞ്ഞു ഒരു 70 രൂപയാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പൈസ വേണം. അപ്പം ഈ വാങ്ങിച്ച വീട് സ്ഥലവും എൻ്റെ പേര് സ്ഥലമുണ്ട്, ലോണൊന്നുമില്ല. ഞാൻ അവിടെ പോയി ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ചെന്ന് ചോദിച്ചു, പറഞ്ഞു സാറേ എനിക്ക് ഗൾഫിൽ പോകാൻ വേണ്ടി ഒരു വിസ വന്നിട്ടുണ്ട്, ഒരു 75,000 രൂപ എനിക്ക് ലോൺ വേണമെന്ന് പറയും. അപ്പം എന്നെയും എൻ്റെ ബാക്ക്ഗ്രൗണ്ടും അറിയാവുന്നത് കൊണ്ട് ബാങ്കിൻ്റെ മാനേജരും ആ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെല്ലാം കൂടെ എനിക്ക് 75,000 രൂപ പാസ്സാക്കി തന്നു. ഓ വെരി ഗുഡ്. അപ്പോൾ ആ കാശ് കിട്ടിയത് ഞാൻ രാജാവായി. ഞാൻ ഈ കാശിൽ 75,000 രൂപ കിട്ടി 72,000 രൂപ ട്രാവൽ ഏജൻസി കൊടുത്തു. 2,000 രൂപ ഞാൻ അവർക്ക് എനിക്ക് വിസ എടുത്തു തന്ന ആ സ്റ്റാഫിനെല്ലാം കൂടെ ചായ കുടിക്കാനും കൊടുത്തു. പിന്നെ എനിക്ക് 2,000 രൂപ ബാക്കിയുണ്ട്, 1,000 രൂപ ബാക്കിയുണ്ട്. ആ 1,000 രൂപയും കൊണ്ട് ഞാൻ എൻ്റെ അമ്മാവനും അമ്മയും എല്ലാം കൊണ്ട് എയർപോർട്ട് കാണിക്കണമെന്നൊരാഗ്രഹം ഇവരെയും കൂട്ടിക്കൊണ്ട് ഞാൻ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പോകുന്നു. അപ്പം ടിക്കറ്റ് അവർ തന്നെ തരുന്നു, ആ ട്രാവൽ ഏജൻസി ബാക്കിയെല്ലാം തന്നു. പക്ഷേ അന്നത്തെ കാലത്ത് നമുക്കൊന്നും ഒരു വലിയ പ്രതീക്ഷകളോ ഇല്ല. നമ്മളൊരു സാധാരണ നാട്ടും പുറത്തുനിന്ന് വളർന്നു വന്നപ്പം നമുക്കങ്ങനെ ഒരു പാഷനോ സംഭവമൊന്നും ഇല്ല. അപ്പോൾ വന്നപ്പോഴത്തേക്കും ഒരു പഴയൊരു ബാഗ് കിട്ടി. ആ ബാഗുമായിട്ട് ഞാൻ ചെന്ന് കാറിൽ നിന്ന് അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും ടാക്സി ഡ്രൈവർ പറഞ്ഞു, അല്ല മോനെ, നീ എനിക്ക് തന്ന ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ബാഗ് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റുകയില്ലായിരുന്നു. അപ്പം അന്നത്തെ സാഹചര്യം നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇവരോട് ഒന്ന് കാണട്ടെ എന്നുള്ളത്. നമ്മൾ ആദ്യമായിട്ടാണല്ലോ എയർപോർട്ട് കാണുന്നത്. അങ്ങനെ ചെന്നു. ഞാൻ ആ ബാഗും തൂക്കി ഞാൻ കുവൈറ്റ് ചെന്നു. സകല ദൈവത്തിനോടും പ്രാർത്ഥിച്ചിട്ട് ഫ്ലൈറ്റേ കയറി അവിടെ ചെന്നിറങ്ങിയത് ഞാൻ അവിടെ രാവിലെ അവിടുത്തെ സമയം 5:30 ആയപ്പം ഫ്ലൈറ്റ് എത്തി. അപ്പം ഇവിടുന്ന് പറഞ്ഞു അവിടെ ചെന്നാൽ ഉടൻ തന്നെ ഏജൻറ്റ് പ്ലാക്കാർഡുമായിട്ട് അവിടെ നിൽക്കും, നിന്നെ സ്വീകരിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കും, അയാളുടെ കൂടെ പൊക്കോ, 1 ദിവസം 2 ദിവസമോ റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ ജോയിൻ ചെയ്യിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇതൊക്കെയുള്ള സ്വപ്നമായിട്ട് അവിടെ ചെന്ന് ഞാൻ അവിടെ ചെന്നപ്പം തൊട്ട് ഇയാളെ നോക്കുന്നു, യാതൊരു വരില്ല, പ്ലക്കാർഡും ഇല്ല, ആളുമില്ല. നടന്ന് മടുത്ത് രാത്രി 9:30 ആയപ്പോഴത്തേക്കും ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തടഞ്ഞു. പൈസയും ഇല്ല, ഈ ഭാഷ അറിയില്ല, ഒന്നും അറിയത്തില്ല. ഇങ്ങനെ സംസാരിച്ച് പിന്നെ ആശ്വാസമുള്ളത് ഈ സൈഡിൽ ഞെക്കിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടും കുടിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള വെള്ളവും കുടിച്ച് രാത്രി വന്നിട്ട് നോക്കിയപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, ഇന്നയാളല്ലേ എന്ന് പറയും. അതേന്ന് പറയും. അയാളോട് ചൂടാകാനും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ രാവിലെ വന്നു. രാവിലെ വന്നാൽ എന്നോട് പറഞ്ഞായിരുന്നു, ഞാൻ ചില തിരക്കായിരുന്നു, ഞാൻ സ്ഥലത്തിലായിരുന്നു, ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു, ഓക്കെ പോയേക്കാന്ന് പറഞ്ഞു. ചേട്ടാ ഹോട്ടലിലേക്കല്ലേ, 2 ദിവസം റെസ്റ്റ് എടുത്തിട്ടായിരിക്കും ജോയിൻ ചെയ്യുന്നത് പറഞ്ഞാൽ. 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് തന്നെയായിരിക്കും പോകുന്നത് എന്നും പറഞ്ഞിട്ട് പുള്ളി എന്നെ കൊണ്ടുപോയി, മലയാളിയാണ്, എന്നെ കൊണ്ടുപോയിട്ട് പുള്ളി ഓഫീസാന്ന് പുള്ളി പറഞ്ഞു, ഒരു ഫ്ലാറ്റിലാണ് ഞങ്ങളുടെ ഓഫീസുള്ളത്, ഞാൻ അവിടെ പോയി ഞാൻ നാളെ രാവിലെ അവിടെ ഒന്ന് കൂട്ടിക്കോളാം എന്ന് പറഞ്ഞു. ഒരു 5ഓ 6ഓ നിലയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ അവരുടെ ഒരു വലിയൊരു സെറ്റപ്പ് ഓഫീസ്, ഒരു സോഫ കാണിച്ചിട്ട് ഇവിടെ കിടന്നു. അവരുടെ ഫ്രിഡ്ജ് കാണിച്ചു തന്നെ പറഞ്ഞു, ഇതിനകത്ത് ഒരു കുപ്പി ഗ്ലാസ്സിനകത്ത് മയോണൈസും വെച്ചു, പിന്നെ ഉണങ്ങിയ നമ്മുടെ നാട്ടിലെ ചപ്പാത്തി ഉണക്കി അടുക്കി ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ ഫ്രീസറിൽ വെച്ചു. ഈ സാധനം എടുത്ത് ചൂടാക്കിയാൽ നിനക്കതും ഇതും കൂടെ മുക്കി, ഇനി ജാം വേണേൽ അതിനകത്ത് ഇരിപ്പുണ്ട്, ജാമും കൂട്ടി കഴിച്ചോളാൻ പറഞ്ഞു. അവിടെ പൈപ്പിൽ വെള്ളമുണ്ടെന്ന് പറഞ്ഞു. നാളെ രാവിലെ ഏതായാലും ചേട്ടൻ വരുമല്ലോ, മതി, ഞാൻ ഒപ്പിച്ച് സെറ്റാക്കിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ കിടന്നപ്പം ഈ വെട്ടം അന്ന് രാത്രി കിടന്ന് ഉറങ്ങിയപ്പം 3 മണി ആയപ്പം തൊട്ടേ നല്ല നമ്മുടെ നാട്ടിലെ പോലെ വെട്ടമായി, ഭയങ്കര തെളിച്ചുമായി. ഞാൻ അന്നേരം തൊട്ട് ഇയാളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ സമയം നാട്ടിലത്തെ സമയമാണ്, നമുക്ക് തിരിക്കാനൊന്നും ഇവിടുത്തെ സമയം അറിയത്തില്ല. എന്നിട്ട് അവിടെ നിന്നു വ്യാഴാഴ്ച രാത്രിയിൽ അവിടെ കിടന്നു. ഞാൻ വ്യാഴാഴ്ച രാവിലെ വന്നാൽ വ്യാഴാഴ്ച രാത്രി കിടന്നു. വെള്ളിയാഴ്ച അവധിയാണ്, ശനിയാഴ്ച എന്തോ അവധിയായിരുന്നു. ആ ദിവസം വന്നില്ല. ഞായറാഴ്ച രാവിലെ പൂട്ടിക്കൊണ്ട് പോയി. ഇയാൾ എന്നെ പുറത്ത് വെച്ച് പൂട്ടിയിട്ട് ഇയാൾ പോയി. ഞാൻ അവിടെ കിടന്നു ആ ഫ്ലാറ്റിനുള്ളിൽ. എനിക്ക് വേറെ ഒരു ബന്ധവുമില്ല. ഞാൻ മുട്ടി തട്ടി ഒരു മനുഷ്യൻ, ആ ഫ്ലാറ്റിൽ ആരുമില്ല. അപ്പം ഫുൾ ഓഫീസാണ്. പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ ഒരു ലെബനോനി വന്നിട്ട് ഓഫീസ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം കൂടെ മലയാളത്തിൽ വിശദീകരിക്കാൻ തുടങ്ങി. ഇതിനൊന്നും മനസ്സിലായി, ഇത് ഇങ്ങോട്ട് പറയുന്നുണ്ട്, എനിക്ക് ഒരു കമ്മ്യൂണിക്കേഷനും കിട്ടുന്നില്ല. ലാസ്റ്റ് മറ്റവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നൊരാളിവിടെ വന്ന് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഓ സോറി, ഞാൻ അവൻ്റെ കാര്യം മറന്നുപോയെന്ന്. ഉയ്യോ. എന്നിട്ട് പുള്ളി എന്നോട് അവിടെ എന്നെ ഇരുത്തി. പുള്ളി ഉച്ച കഴിഞ്ഞ് 3 മണി ആയപ്പം വന്നു. 3 മണി ആയപ്പോഴത്തേക്ക് ഞാൻ ആകെപ്പാടെ കെണിഞ്ഞ് എൻ്റെ തളർന്നൊരു പരുവായി. എനിക്ക് എവിടെയെങ്കിലും ജോലി മതി എന്നൊരവസ്ഥയായി. എന്നോട് പറയാണ്,
നിനക്ക് ഹോട്ടലല്ല, ഞങ്ങൾ തന്നിരിക്കുന്ന പാലസിലേക്കാണ് വിസ ഉള്ളത്. കുവൈറ്റിൽ കൈത്താൻ MP ഓലി ദോസൈമിയുടെ പാലസിലേക്കാണ് വിസ ഉള്ളത്. അവിടെ ആദ്യം കൊണ്ടും നിനക്ക് ഒരു 15 ദിവസത്തേക്ക് ട്രെയിനിങ് ഉണ്ടാകും. ചിലപ്പോൾ അത് വീട്ടിലായിരിക്കും, ഔട്ട് ഹൗസിലായിരിക്കും, എഴുതാൻ നോക്കി ചെയ്തോളാൻ പറഞ്ഞു. കൈത്താൻ MP ആണ് ഓലി ദോസൈമി. അവരുടെ വീട്ടിലോട്ട് ചെല്ലുന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മലയാളി ആരുമില്ല. ബാക്കി ബംഗാളികൾ, ശ്രീലങ്ക, ഫിലിപ്പീൻ, ഇന്തോനേഷ്യ, ഹൈദരാബാദ്, ബാംഗ്ലൂരുകാരെല്ലാം ഉണ്ട്. പിന്നെ ഒരു മലയാളം കുറച്ചറിയുന്ന ഒരു കർണാടകക്കാരനുണ്ട്. അപ്പം എൻ്റെ ജോലി കുക്കാണ്. അപ്പം ആദ്യത്തെ 1-ാം ദിവസം പോയി 2-ാം ദിവസം പോയി എനിക്ക് പ്രത്യേക റോളില്ല. എൻ്റെ ജോലി അവിടുത്തെ തറ അടിച്ചു വാരലും പാത്രം കഴുക്കും മാത്രമാണ്. ഷെറാട്ടനിൽ പോയതാ, നിവൃത്തിയില്ലാഞ്ഞിട്ട് അവിടെ നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു എൻ്റെ ജോലി ഇതല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ മന്ദൂഫും ആൾക്കാരും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു 3 മാസം ഇവിടെ നിൽക്കുക, 3 മാസം നിന്ന് കഴിയുമ്പോൾ നിന്നെ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ 3 മാസം ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ ട്രെയിനിങ് ആണ് 3 മാസം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നിന്ന്. ഞാൻ ഏജൻസിയെ വിളിച്ച് ചോദിച്ചു, പറഞ്ഞു ട്രെയിനിങ് അവർ 3 മാസം തരും, നീ 3 മാസം അവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പോന്നു. അങ്ങനത്തെ ഫസ്റ്റ് മാസം എനിക്ക് ശമ്പളം കിട്ടിയില്ല, സെക്കൻഡ് മാസം ശമ്പളം കിട്ടിയിട്ടില്ല, തേർഡ് മാസം ശമ്പളം കിട്ടി. ചോദിച്ചു, വന്നില്ല. എൻ്റെ ഓണർ സാഫർ പോയിരിക്കും. അപ്പോൾ അതെന്ന് ഈ അറബികളെല്ലാം, ഈ VIP അറബികളെല്ലാം ഈ 2-3 മാസത്തേക്ക് ഇവർ സാഫർ പോകും പുറത്തോട്ട്. 3 മാസം ടൂർ കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു വരും. അപ്പോൾ എനിക്ക് ഒന്നിച്ചേ കിട്ടുമെന്ന് പറയും. ഓക്കെ, 3 മാസം കഴിഞ്ഞ് ഒന്നിച്ച് കിട്ടുമ്പം എന്താണ് സാലറി പറഞ്ഞിരുന്നത്? സാലറി പറഞ്ഞിരിക്കുന്നത് 15,000 രൂപ. അപ്പോൾ 45,000 രൂപ കിട്ടുമ്പം എൻ്റെ എടുത്ത ലോണിനകത്തൊരു നല്ല പൈസ അടയ്ക്കാമെന്നുള്ള പ്രതീക്ഷ നിന്നു. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ ഓണറിൻ്റെ മന്ദൂഫുണ്ട്, ഒരു അറബി, കാട്ടറബിയാണ്. ഒന്നും പുള്ളിക്ക് ഞാൻ പറയുന്ന അറിയത്തില്ല, പുള്ളി പറയുന്നത് എനിക്കും അറിയത്തില്ല. എൻ്റെ ഈ കൊണ്ട് കുറേ പേപ്പറിലെല്ലാം ഒപ്പിടിപ്പിച്ചിട്ട് തന്നിട്ട് പൈസ കൊണ്ടു. ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയിട്ട് ഇത് 45,000-നുള്ളത് 10,000 രൂപയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് പറഞ്ഞിരിക്കുന്നത് 15,000 ഇൻറ്റു 3 മാസം 45,000 രൂപ, ഇത് 10 ഉള്ളൂ, ബാക്കി 35,000 രൂപ. എവിടെ? ഞാൻ കുറേ ഇത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ കുറേയൊക്കെ പറഞ്ഞിട്ട് അയാൾ ചൂടായിട്ട് പോയിട്ട് പറഞ്ഞു, ഓഫീസിൽ നിന്ന് ഏജൻറ്റ് വരും. ഞാൻ ഏജൻറ്റിനെ വിളിച്ചു. ഏജൻറ്റിനെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, മോനെ നീ എവിടെയാണ് ഉള്ളത്? ഓഫീസിലാണോ ഉള്ളത്? അവിടെ വീട്ടിലല്ലേ ഉള്ളത്? ഞാനവിടെ വരാമെന്ന് പറഞ്ഞു. അയാൾ ഉടനെ വളരെ സ്നേഹത്തോട് വന്നു. എന്നെ കൂട്ടി പുറത്ത് കൊണ്ടുപോയി ഹോട്ടലിൽ നിന്ന് ചായയൊക്കെ മേടിച്ച് തന്നതിന് ശേഷം പറഞ്ഞു, പൈസ കിട്ടിയോ? എന്തിയെ? ഞാൻ പറഞ്ഞു, ബാഗിനകത്തുണ്ട്. നിനക്ക് ശമ്പളം പറഞ്ഞിരിക്കുന്നത് 15,000 രൂപയാണ്. അവൻ തന്നിരിക്കുന്നത് 1 മാസമാണ്. നിനക്ക് ആദ്യം വർക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ രീതി പഠിച്ചു വരുന്നതുകൊണ്ടുള്ള ശമ്പളം അതേ ഉള്ളൂ. ബാക്കി പൈസ ഞാൻ മേടിച്ചു തരാം. ആ 10,000 രൂപ ഇനി തന്നേരെ ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മയുടെ കയ്യിൽ കൊടുത്തേക്കാന്ന് പറഞ്ഞു. ഞാനിത് അയക്കാൻ നിൽക്കണ്ടല്ലോ എന്നിട്ട് ഈ 10 രൂപ പുള്ളിയെ ഏൽപ്പിച്ചു കൊടുത്തു. പുള്ളി പോയി. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. അപ്പം പഴയതുപോലെ ഫോണൊന്നുമില്ല അവിടെ, വളരെ അപൂർവമുള്ളൂ. അയലോക്കത്തെ വീട്ടിൽ വിളിച്ചിട്ട് വേണം കണക്ട് ചെയ്യാൻ വേണ്ടി. പൈസ കിട്ടിയിട്ടില്ല. അങ്ങനെ എൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരാളെ അവിടെ കൊടുത്താൽ 3 മാസത്തെ ഗ്യാരണ്ടി ഉണ്ട്. ഈ ഏജൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 3 മാസം കഴിഞ്ഞു. ഇയാൾ ഈ പൈസ വീട്ടിൽ കൊടുക്കുന്നത് 3 മാസം 5 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൈസ കൊടുത്തു. ഒച്ചപ്പാടും ബഹളവും ഇതെല്ലാം ആയി. ലാസ്റ്റ് ഇയാൾ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറയാം, എൻ്റെ ശമ്പളം എനിക്ക് ഇതേ ഉള്ളൂ, ഇതിൽ കൂട്ടിത്തരുന്നത് എനിക്ക് പറ്റുകയില്ലെന്ന് പറഞ്ഞു. പുള്ളി പറയാം, പറ്റുകയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു, നാട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇയാളും എന്നെ കൈവിട്ടു. അറബി തൊട്ട് കൂട്ടിത്തരില്ല. പിന്നെ എനിക്ക് കിട്ടിയൊരു ആശ്വാസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശമ്പളം ഇവർ ഈ 3,000 രൂപ, അതായത് 15,000 രൂപ പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് 3,000 രൂപ വെച്ച് കിട്ടുന്നത്. ആ 3,000 എന്നുള്ളത് പിറ്റത്തെ ആദ്യത്തെ 3 മാസം ആ 3,000 രൂപ വെച്ചിട്ട് 9,000-ന് പകരം 10,000 തന്നു. പിറ്റത്തെ മാസം എൻ്റെ കരച്ചിലും ബഹളവും കൊണ്ട് ആ 3,000 എന്നുള്ളത് അവരെന്ത് ചെയ്തു, പിറ്റത്തെ മാസം തൊട്ട് എനിക്കത് 5,000 രൂപ വെച്ചാക്കി തന്നു. പിന്നെ ഈ അറബിയുടെ മേഡം എനിക്ക് എന്ത് ചെയ്യും, ഇവരുടെ വീട്ടിലേക്ക് എല്ലാ ആഴ്ചയിലും പോകാൻ വേണ്ടി തരുമ്പോൾ ആ ടിപ്പ് കിട്ടുന്നത് ശരാശരി ഒരു മാസം എനിക്കൊരു 15,000 രൂപയോളം എൻ്റെ ചിലവ് കഴിഞ്ഞിട്ട് മിച്ചം കിട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നു. അപ്പം എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെപ്പാടെ ഈ ചൈനീസിൻ്റെയും അല്ല ഈ ഫുഡാണെങ്കിൽ മാക്സിമം 1 മണിക്കൂർ മാത്രമേ എനിക്ക് കിച്ചണിൽ പണിയുള്ളൂ. അവർക്ക് കൃത്യം 12:30 ഫുഡ് കൊടുത്താൽ മതി. ഞാൻ 11:30 കിച്ചണിൽ കയറി കഴിഞ്ഞാൽ 12:30 ഫുഡ് കൊടുക്കാം. അപ്പോൾ ഞാൻ രാവിലെ തൊട്ട് കയറിയിട്ട് അവിടെ ഈ പാത്രവും കഴുകി നിൽക്കേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ കുക്കിംഗ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ നിന്നപ്പോഴത്തേക്കും ഒരു ദിവസം എൻ്റെ ഓണർ
സാഫർ പോയിട്ട് ടൂറ് പോയിട്ട് വന്നു തിരിച്ചു വരുന്നു. അപ്പം പുള്ളി എന്ന് ചോദിച്ചു, എൻ്റെ തബ്ബാക്ക് എവിടെയാണെന്ന് ചോദിച്ചു. തബ്ബാക്ക് എന്ന് പറഞ്ഞാൽ കുക്ക്. എൻ്റെ തബ്ബാക്ക് എന്തെന്ന് വെച്ചാൽ അഭിമാനത്തിന് പറയും, അവൻ എപ്പോഴും ഉറക്കമാണെന്ന് കൂടെയുള്ളവർ പറഞ്ഞു. പുള്ളി എൻ്റെ റൂമിൽ വന്ന് ഇട്ടിട്ട് ചോദിച്ചു, നീ എപ്പോഴും കിടന്ന് ഉറക്കമാണോ? ഞാൻ പറഞ്ഞു അതെ, വേറെ പണിയില്ല. വേറെ ഇല്ല, എൻ്റെ പണിയില്ല, എൻ്റെ സമയം ഇത്ര മണിയാണ്, ഞാൻ ആ സമയത്താണ് പോകുന്നത്. അന്നേരം പുള്ളി ചോദിച്ചു, നിനക്ക് എബിറോ സാഫർ തെവിയോ എബി ഇസ്തുക്കൾ എന്ന് ചോദിച്ചു, നിനക്ക് നാട്ടിൽ പോകണോ ഇവിടെ ജോലി വേണോ? ഞാൻ പറഞ്ഞു എനിക്ക് നാട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം മന്ദൂഫിനെ വിളിച്ചു പറഞ്ഞു, അവൻ്റെ വിസ ക്യാൻസലാക്കി നാട്ടിൽ വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ രക്ഷപ്പെടും. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വീടെന്ന് പറഞ്ഞാൽ ഇതൊരു 5 നില വീടാണ്. ഈ വേലിയേറ്റം ഇതിൻ്റെ സെപ്റ്റി ടാങ്ക് ഈ 5 നില അടിയിലത്തെ ബേസ്മെൻറ്റ് അടിയിലാണ്. അപ്പോൾ ഈ വേലിയേറ്റം വേലിയേറ്റുന്ന സമയത്ത് ഈ സെപ്റ്റി ടാങ്കിൻ്റെ ഇതിനകത്ത് ഓവർഫ്ലോ വരും. ഇവിടെയുള്ള എല്ലാ ജോലിക്കാരും കൂടെ കൂടിയിട്ട് വേണം ഇത് മുഴുവൻ വടിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ ഇതും കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് നമ്മുടെയും ജോലി എന്നതാണ് ഈ വേലിയേറ്റം രാത്രി 2 മണിക്കായിരിക്കും വിളിക്കുന്ന സംഭവം ക്ലീൻ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഓർത്തങ്ങ് പോകാമെന്നുള്ള കണ്ടീഷൻ, വിളിക്കാവുന്നതിൻ്റെ മാക്സിമം നിന്നു. അങ്ങനെ ആ ടൈം കഴിയും. പക്ഷേ ഞാൻ പോരുവാണെന്ന് അറിഞ്ഞത് എൻ്റെ വിസ കമ്പനി വിസയായിരുന്നു. അന്നേരം എന്നെ അവിടെ കൊണ്ടുപോയി ക്യാൻസലാക്കിയതിന് ശേഷം തിരിച്ചു വരുമ്പോഴാണ് എല്ലാവരും അറിയുന്നത് എന്നെ നാട്ടിൽ വിടുവാന്ന്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ കൂട്ടിയിട്ട് എനിക്കൊരു 10-35,000 രൂപ എനിക്ക് തന്നു. അപ്പോൾ ഈ 35,000 രൂപ തന്നപ്പോഴത്തേക്ക് ഞാൻ പോകുന്നതിൻ്റെ 2 ദിവസം ഈ അവിടുത്തെ അറബി മാഡം തന്നു. ഞാൻ ഈ ക്യാഷുമായിട്ട് ഇത്രയും പൈസ കിട്ടിയില്ലേ, ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഞാനത് ഒരു ഫോൺ മേടിക്കണം എന്നെല്ലാം ആലോചിച്ച് ഞാൻ അവിടെ നിന്ന് നടന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഒരു ചെറിയ ഇൻ്റർലോക്കയിൽ ഒരു കമ്പി കഷ്ണം പൊങ്ങി നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ നോക്കി കണ്ടില്ല, ഞാനത് തട്ടി പെട്ടെന്ന് അവിടെ വീണു. എൻ്റെ കൈ ആ റോഡിലടിച്ച് ഒടിഞ്ഞു. അപ്പം പെട്ടെന്ന് എനിക്ക് മനസ്സിലായി പൊക്കാൻ മേല. അപ്പം ഇവിടത്തെ 2 എല്ലും താഴത്തെ 2 എല്ലും ഒടിഞ്ഞു. എന്നിട്ട് ഞാൻ അവിടുത്തെ ഗുണമെന്ന് പറഞ്ഞ് ഞാൻ ഒടിഞ്ഞിങ്ങനെ വീണു. അപ്പം ഈ ഭാഗത്തെ ഇവിടെ എല്ല് കൊണ്ടിട്ട് ചില ചൊകര പുറത്ത് വന്നു. ഒരു പുതിയ ബെൻസിൻ്റെ കാറ് ഷോറൂമിൽ നിന്ന് എടുത്തിട്ട് വരുവാണ് ഒരാൾ. പുതിയത് പുള്ളി വണ്ടി ബൊക്കയൊക്കെ വെച്ച് വരുന്ന വണ്ടി. എന്നെ കണ്ടത് അയാൾ അവിടെ നിർത്തി. ഞാൻ ആ വീണിടും. ഞാൻ പറഞ്ഞു, അയാൾ എന്നെ വണ്ടിക്കകത്ത് കയറ്റിയിട്ട് പുതിയ വണ്ടിയുടെ സൈഡിൽ എൻ്റെ ബ്ലഡ് വീണു. അയാൾ എന്നെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പുള്ളി അഡ്മിറ്റ് ആക്കിയിട്ട് പറഞ്ഞ് എൻ്റെ ഡീറ്റെയിൽ എല്ലാം കൊടുത്ത് പുള്ളിയായിട്ട് നമ്പർ കൊടുത്ത് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് എന്നെ അവിടെ പുള്ളി ഏൽപ്പിച്ചിട്ട് പോയി. ഉടനെ എൻ്റെ പേരും എൻ്റെ ഫിംഗർ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ID കാർഡൊന്നുമില്ല, ഫിംഗർ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഓണറിനെ കിട്ടി. ഉടനെ ഓണറിന് മെസ്സേജ് ചെയ്യുന്നു എന്നെ. എന്നിട്ട് അവർ വന്ന് ഞാനിട്ട് 7 ദിവസം അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നു. പിന്നെ എന്നിട്ട് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ഇത് എല്ലാം കഴിഞ്ഞു. പിന്നെയും കടം കഴിഞ്ഞിട്ടില്ലല്ലോ, പോകണമല്ലോ. അങ്ങനെ ബാക്കി കുറച്ച് പൈസ ആക്കിക്കൊണ്ട് രണ്ടാമത് വീണ്ടും കുവൈറ്റിലോട്ട് പിന്നെയും പോവാണ്. വീണ്ടും പോകുന്നത് ഒരു റിക്രൂട്ടിംഗ് ഓഫീസിൻ്റെ ഒരു ഓഫീസറാണ് വിസ തന്നത്. അയാൾ പറഞ്ഞത് ഹോട്ടലിൽ ജോലിയാണെങ്കിൽ കമ്പനി വിസ വേണം, സൂൺ വിസ വേണം. അങ്ങനെ വിസയ്ക്ക് വന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് 3 മാസം കൊണ്ട് മാറ്റി തരാമെന്ന് ഏജൻറ്റ് പറഞ്ഞിട്ടാണ് വിടുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ 1 വർഷം കഴിഞ്ഞാലേ മാറ്റത്തുള്ളൂ. അപ്പം വീണ്ടും പെട്ടു, ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു ഒരു വലിയ വിശാലമായൊരു ഓഫീസാണ്, ഇന്ത്യ, ശ്രീലങ്ക, ഫിലിപ്പീൻ്റെ വിസയുടെ ബിസിനസ് ചെയ്യുന്നൊരു ഓഫീസാണ്. ഞാനവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ പറഞ്ഞു നിനക്ക് ഇവിടെ ഇന്ത്യക്കാരുടെ ബിസിനസ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ നിനക്ക് നാട്ടിൽ പോകാം, എന്താ വേണ്ടതെന്ന് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഈ പരിപാടിയൊന്നും പറ്റിയല്ല, എനിക്ക് ഹോട്ടലിൽ വേണം. ഹോട്ടലിൽ വേണമെങ്കിൽ 1 വർഷം എക്സ്പീരിയൻസ് അത് കഴിഞ്ഞെങ്കിലും മാറ്റാം, എൻ്റെ കൂടെ നീ 1 കൊല്ലം ജോലി ചെയ്താലേ മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എന്നെ വിട്ട് നാട്ടിലത്തെ ഏജൻസികളിൽ അറിയാവുന്നല്ലോ ഇങ്ങനെ സംഭവം. അപ്പം നല്ലൊരു സാധ്യതയുണ്ട്, നീ ഏതായാലും അതിൽ കയറിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കും ആ ഓഫീസിൽ 1 മാസത്തിൽ വരുന്ന 2 അല്ലെങ്കിൽ 3 വിസയെ അവിടെ വരുള്ളൂ. അപ്പം ഞാൻ പുള്ളിയോട് പുള്ളി പറഞ്ഞു ആ ടേബിളിന് 1 മാസത്തേക്ക് 25,000 രൂപയാണ് അതിന് റെൻറ്റ് തരേണ്ടത്. അപ്പോൾ അത് കിട്ടുന്ന കച്ചവടം മുഴുവൻ നമുക്ക് ചെയ്യാം. 25,000 രൂപ റെൻറ്റ് തരണം. അത് നിനക്കത് ഞാൻ 10,000 രൂപയ്ക്ക് തരും. ആദ്യത്തെ 2 മാസം നിനക്ക് ഒന്നും അറിയത്തില്ലല്ലോ, ഫ്രീ തരാം. അപ്പം ഞാൻ പറയുന്നത് എനിക്കറിയത്തില്ല, എനിക്ക് അറബി അറിയാവുന്ന ഒരു സെക്രട്ടറി ആയിട്ട് ഒരാളെയും കൂടെ കൊണ്ടുവരണം. അപ്പോൾ ശരി, അതിന് നീ ആദ്യത്തെ മാസം അത് ഞാൻ ഫ്രീ തരാം, പിന്നെയുള്ള എല്ലാ മാസം 10,000 രൂപ വെച്ച് ശമ്പളം ഞാൻ കൊടുക്കണം. പുള്ളിക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആ വിസ അടിച്ചിരുന്നതിന് 10,000 കൊടുക്കണം. അങ്ങനെ പുള്ളി സംസാരിച്ചതനുസരിച്ച്
ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അതും ആദ്യത്തെ സംരംഭത്തിലേക്ക് അങ്ങ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നിന്നിട്ട് നാട്ടിലുള്ള ഏജൻസികളെല്ലാം പറഞ്ഞു ഇതുപോലെ തന്നെ അവിടെ കമ്പനിക്ക് ഇഷ്ടം പോലെ സാധ്യതകളുണ്ട്, വിസയുണ്ട്, നിങ്ങൾ അയച്ചാൽ. അപ്പോൾ എല്ലാവരും എനിക്ക് ബയോഡേറ്റകൾ തന്നു. അപ്പോൾ അവിടെയുള്ള ഓഫീസുകളിൽ ഒരു 150 റിക്രൂട്ടിംഗ് ഓഫീസുകളുണ്ട്. അവരെല്ലാം പരസ്യം കൊടുക്കുന്നത് ചെറിയ നമ്മുടെ ഇവിടുത്തെ ലോക്കൽ പത്രമില്ലേ, ഇവിടുത്തെ സായാഹ്ന പത്രമുണ്ടല്ലോ, ആ സായാഹ്ന പത്രത്തിലാണ് ഇവരെല്ലാം പരസ്യം കൊടുക്കുന്നത്. ഞാൻ അവിടുത്തെ അൽവോത്തൻ എന്ന് പറഞ്ഞ് ഏറ്റവും സർക്കുലേഷൻ ഇവിടുത്തെ മനോരമ മാതൃ പറയും പേപ്പറിനകത്ത് ഞാൻ പരസ്യം കൊടുത്തു. സാധാരണ സർക്കുലേഷൻ കൊടുക്കുന്നതിനകത്ത് 1000 രൂപയാണെങ്കിൽ ഇതിനകത്ത് കൊടുക്കുന്നതിനകത്ത് 75,000 രൂപയാണ്. അപ്പോൾ എൻ്റെ പരസ്യം കണ്ടപ്പം ഈ ആയിരക്കണക്കിന് പേപ്പർ, നല്ല സർക്കുലേഷനുള്ള പേപ്പറാണ്. അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. എനിക്കറിയാവുന്ന ഈ ഒരു വർഷം ഞാൻ ഈ അറബിയുടെ വീട്ടിലാകുമ്പം ഞാൻ നന്നായിട്ട് ലാംഗ്വേജ് പഠിച്ചു. അപ്പോൾ ആ ലാംഗ്വേജും സെക്രട്ടറിയും കൂടെ ആയപ്പോഴത്തേക്കും ഇഷ്ടം പോലെ എൻക്വയറി വന്നു. ഇവരെല്ലാം സംസാരിച്ച് സെറ്റാക്കാനുള്ളതൊന്നും വന്നു കഴിയുമ്പോഴത്തേക്കും ഓഫീസിൽ ഫുള്ള് തിരക്കാണ്. എപ്പം നോക്കിയാലും 4 അല്ലെങ്കിൽ 5 അറബികൾ കാണും. അപ്പോൾ എല്ലാവരും വന്നിട്ട് എല്ലാവരും അങ്ങോട്ട് പോകും. അവിടെ ഇന്ത്യയുടെ ബിസിനസ് അവിടെ ഉണ്ടെന്നുണ്ട് ഇവരെല്ലാവരും പാഞ്ഞ് വരുമായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് കച്ചവടം കൂടി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 15 വിസ. അതായത് നമ്മളിപ്പോൾ ഒരു ബയോഡേറ്റ അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് വിസ കിട്ടും. അറബികൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, അന്നേരം ഇത് പ്രിൻ്റ് എടുത്ത് നമ്മളൊരു റഫ് പേപ്പറിൽ എഴുതി കൊടുത്തിട്ട് അത് ടൈപ്പ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് വരുന്ന ആ ഒരു താമസം മാത്രമേ ഉള്ളൂ അവിടെ വിസ. അത് വിജയിച്ചു ഭയങ്കരമായിട്ട് വിസ വരുന്നുണ്ട്. അപ്പം ഞാൻ നാട്ടിലെ കുറേ ഏജൻസികളെ കണക്റ്റാക്കി നല്ല രീതിയിൽ കച്ചവടം പോയി. കച്ചവടം ഇതിങ്ങനെ മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അറബി ആദ്യത്തെ മാസം കഴിഞ്ഞപ്പം തൊട്ട് അറബി പറഞ്ഞു ഇത് പറ്റിയല്ല, ടേബിളിന് 25,000 തരണം, ഓഫീസിൽ 10,000 രൂപ കൊടുക്കുന്നത് അവൾക്കും 25,000 രൂപ തരണം. രണ്ടാമത്തെ മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു ശരാശരി ഇനി മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു മാസം 1,00,000 രൂപ വെച്ച് തരണമെന്ന് പറഞ്ഞു. ബിസിനസ് ഉള്ളതുകൊണ്ട് പുള്ളിക്ക് ആ പൈസ കൊടുത്തു പോയി. ഭയങ്കരമായ ബിസിനസ്സാണ്, ഫണ്ട് ഭയങ്കരമായിട്ട് വരുന്നുമുണ്ട്. അപ്പോൾ ഈ അന്നത്തെ കാലത്ത് ഈ നോട്ട് എണ്ണാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അവിടെ കൊമേഴ്സ്യൽ ബാങ്ക് ഓഫ് കുവൈറ്റിൻ്റെ ബാങ്കിൽ അക്കൗണ്ട് എടുത്തു. ഈ കിട്ടിയ ക്യാഷ് മുഴുവൻ അതുപോലെ ഈവനിങ്ങിൽ ക്യാഷായിട്ട് കളക്ട് ചെയ്ത് നേരെ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു പൊസിഷനായിരുന്നു. ഈ ബിൽഡിങ്ങിന് തൊട്ടടുത്ത ബിൽഡിങ്ങാണ്. അങ്ങനെ നന്നായിട്ട് പൈസയാക്കി. ഈ പൈസ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ആ സ്പോൺസർ അറബിക്ക് തോന്നി ഇവനെ ഒഴിവാക്കിയിട്ട് ഞാൻ തന്നെ ആ ബിസിനസ് അങ്ങ് ചെയ്യാമെന്ന്. അപ്പം പുള്ളി എന്നോട് നീരസം കാണിക്കാൻ തുടങ്ങി. നിനക്ക് ഇനി വേറെ ഏതെങ്കിലും ഓഫീസിൽ പോയിട്ട് ജോലി ചെയ്യാൻ പറ്റുവാണെങ്കിൽ നീ നോക്കിക്കോളാൻ പറഞ്ഞു. പുള്ളിക്ക് അത്യാർത്ഥിയായി. അപ്പം ഞാൻ എൻ്റെ ഓഫീസിന് തൊട്ട് മുകളിലത്തെ ഒരു ഓഫീസ് അടച്ചു കിടക്കുന്നൊരു ഓഫീസാണ്. ഞാൻ എൻ്റെ അറബിയെ വിളിച്ചിട്ട് പറയാം, പുള്ളി നമ്മൾ ഇന്ന താഴത്തെ ഓഫീസിൽ ഞാൻ ജോലി ചെയ്യുന്ന ആളാണ് എന്ന് പറയും. പുള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്തു, നിനക്ക് തരാം, എനിക്ക് 15 ലക്ഷം രൂപ ഇന്ത്യൻ മണിക്ക് ഈക്വലായിട്ടുള്ള കുവൈറ്റ് ദിനാർ തന്നേരെ നിനക്ക് ആ ഓഫീസ് തന്നേക്കാം, നിനക്കും വിസ തരാം, സെക്രട്ടറിക്ക് വിസ തരാം, നിനക്ക് ഡ്രൈവറിന് വിസ തരാമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു ഇത് കൂടാതെ പുള്ളിക്ക് എല്ലാ മാസവും 1,00,000 രൂപ വീതം റെൻറ്റും കൊടുത്തു. അപ്പം ഫുൾ ഓഫീസ് എനിക്ക് കിട്ടി. ഞാനത് എടുത്തു. പുള്ളി പറഞ്ഞു അന്ന് തന്നെ ചെക്ക് കൊടുത്തു. ചെക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിയെ ക്യാഷ് കൊടുത്തു. പുള്ളിയെ ഈ ഓണറും പുതിയതും പഴയതും സംസാരിച്ച് എൻ്റെ റിലീസും ചേഞ്ച് ചെയ്ത് മാറ്റി. അപ്പം പുള്ളിയും രക്ഷപ്പെട്ടു. പുള്ളി എന്നിട്ട് എടുത്തു ഇനിയുള്ള ബിസിനസ്സൊക്കെ താഴത്തെ ആൾക്ക് സ്വന്തമായിട്ട് ചെയ്യാമല്ലോ, ആ ഒരു രീതിയിലേക്ക് വന്നു. എനിക്ക് മുകളിലേക്കാക്കി. അപ്പം എൻ്റെ കസ്റ്റമർ വരുമ്പോഴത്തേക്ക് മോഡിലാണല്ലോ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും നേരെ താഴോട്ടാണ് പോകുന്നത്. അപ്പം അപ്പം ഞാനല്ല ഒരു സെക്യൂരിറ്റിയെ നിർത്തിയിട്ട് പറയണം ഞാൻ ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട്. അപ്പോൾ ഇതാരാണ് ഏതാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ ഇറങ്ങുന്നതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ തൊട്ടിപ്പുറത്തൊരു സ്പേസ് ഉണ്ടായിരുന്നു. ഞാൻ ആ ബിൽഡിങ്ങിന് ഓണർ പറഞ്ഞു നമ്മുടെ അവിടെ ചെറിയൊരു ബോർഡ് വെക്കണമെന്ന്. അപ്പോൾ പുള്ളി അത് സമ്മതിച്ചു. ഞാൻ പറഞ്ഞു താഴത്തെ എന്നെ വിളിക്കുന്നത് റെസ്റ്റിൻ ജോസഫ് എന്നുള്ളത് ജോസഫ് ആണെന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ജോസഫിൻ്റെ ഓഫീസ്, ഇന്ത്യക്കാരൻ ജോസഫിൻ്റെ ഓഫീസ് വില്ല നമ്പർ 7 മാറ്റിയിട്ടുണ്ടെന്ന്. ഇന്ത്യക്കാരൻ ജോസഫിൻ്റെ ഓഫീസ് വില്ല നമ്പർ 7 ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് മാറിയെന്ന് എഴുതി വെച്ചു. അപ്പോൾ എല്ലാവരും ഓടി അങ്ങോട്ട് ചെല്ലുകയും ഈ ബോർഡ് കാണുമ്പോൾ നേരെ റിട്ടേൺ വരും എൻ്റെ ഓഫീസിലോട്ട്. അപ്പോൾ എൻ്റെ ഓഫീസിൽ അങ്ങനെ ഒരു 7 ദിവസം കൊണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ബേസ്മെൻറ്റിലേക്ക് പോകുന്ന ഒരൊറ്റ മനുഷ്യനും പോകാതെ എല്ലാവരും എന്തായി നമ്മുടെ ഓഫീസിലേക്ക് കച്ചവടം. അത് രക്ഷപ്പെട്ടു. എത്ര വർഷം പോയി അവിടെ? ഞാൻ അങ്ങനെ ഒരു 7-8 വർഷം അവിടെ ഉണ്ടായിരുന്നു. പൈസ ഉണ്ടാക്കി. പൈസ എന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രതീക്ഷിച്ച്. അപ്പോൾ ഈ കിട്ടിയ പൈസ മുഴുവനും
എൻ്റെ അമ്മ വീട് കണ്ണൂർ ജില്ലയിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എൻ്റെ അമ്മയുടെ ചാച്ചന് ഈ അഗ്രികൾച്ചർ ലാൻഡിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പം പുള്ളി എന്നോട് എപ്പോഴും സ്ഥലം മേടിക്കുന്നത്. അങ്ങനെ ഞാൻ ആ നാട്ടിൽ പല സ്ഥലങ്ങളിലായിട്ട് കുറച്ച് സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടു. 25 ഏക്കറോളം സ്ഥലം വാങ്ങിച്ചു. 1 ഏക്കർ, 2 ഏക്കർ, 1.5 ഏക്കർ, 3 ഏക്കർ, 5 ഏക്കർ, 8 ഏക്കറൊക്കെ ആയിട്ട് സ്ഥലം മേടിച്ചു. അതിനുശേഷം ഞാൻ ഈ കുവൈറ്റിലെ പരിപാടി നിർത്തി. അപ്പോഴത്തേക്കും എൻ്റെ കല്യാണമായി. അപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന പെങ്കൊച്ച് UK ജോലി ചെയ്യുന്നത്. അപ്പം ഞാനെന്നിട്ട് ഓർത്തു, എന്നാൽ ഒരു കുറച്ച് നാളിവിടെ കുവൈറ്റിൽ നിന്നതിന് ശേഷം സെറ്റിലായിട്ട് പണിയൊക്കെ നിർത്താമെന്നുള്ള കണക്കൂട്ടില്ല. അങ്ങനെ ഞാൻ കുവൈറ്റിലെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അദ്ദേഹം തിരിച്ച് പുള്ളിക്കാരി നേഴ്സാണ്. പുള്ളിക്കാരി UK വർക്ക് ചെയ്യുന്നു, ഞാൻ നാട്ടിൽ നിൽക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അവിടെ നിന്ന് എനിക്ക് തോന്നി ഇങ്ങനെ 2 സ്ഥലത്ത് നിന്നിട്ട് കാര്യമില്ല. പിന്നെ ആവശ്യത്തിന് പൈസ ആയതുകൊണ്ട് ഇനി ആ സ്ഥാപനം ജോലി ചെയ്ത സ്റ്റാഫിന് കൊടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ മാനേജ് ചെയ്തോ. അപ്പോൾ എനിക്ക് വണ്ടി ഉണ്ടായിരുന്നു, എൻ്റെ വണ്ടിയും കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളത് മാനേജ് ചെയ്തോ, ഞാൻ UK പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഒരു 7 മാസം കഴിഞ്ഞപ്പം ഞാൻ UK പോയി. ആദ്യത്തെ ഒരാഴ്ച ഞാൻ ആ റൂമിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെപ്പാടെ ഒരു ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു പണിയില്ല. ഈ ഭാര്യയ്ക്കും എനിക്കുള്ള ഫുഡ് മാത്രമല്ലേ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ പണിയില്ലല്ലോ. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫിൻ്റെ കൂട്ടുകാരിയുടെ ഒരു കൊച്ചിൻ്റെ ഫംഗ്ഷന് വേണ്ടി പോയി. അപ്പം ചെന്നപ്പോഴത്തേക്കും ഒരാൾ എന്നോട് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത്? അപ്പം എനിക്ക് പണിയില്ലാതെ ഞാൻ വീട്ടിലിരിക്കാമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞു, ഞാൻ ഷെഫായിരുന്നു, കുവൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്, ഞാനിപ്പം വന്നതെന്ന് പറയും. അയാളൊരു കാർഡ് എടുത്തെന്ന് പറയും, നാളെ ഹോളിഡേ ഇൻ ഹോട്ടൽ പെയിൻറ്റ് ഡെവനിൽ ഒരു നമ്പർ എന്നിട്ട് പറഞ്ഞു, നീ നാളെ ഇവിടെ വന്നിട്ട് അവിടുത്തെ GM കാണാൻ പറഞ്ഞു. ഞാൻ ഈ കാർഡ് കൊണ്ടിട്ട് ഞാനിത് GM കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. GM ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആൾ. അപ്പം പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, കിച്ചണിൽ നിന്ന് സൂപ്പർവൈസറെ വിളിച്ച് പറഞ്ഞു, ഇയാൾക്ക് പറ്റുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ കൊടുക്കാൻ. പക്ഷേ അവിടുത്തെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് പറയുന്ന ഇംഗ്ലീഷുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത സംഭവം. നമ്മൾ പറയുന്നത് അവർക്കൊട്ട് മനസ്സിലാകുകയില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാകുകയില്ല. പിന്നെ ഏറെക്കുറെ ഇതെല്ലാം കൂടി ഗണിച്ചെടുത്തുകൊണ്ട് നമ്മളവിടെ പണി ചെയ്തു, കിച്ചണിൽ ചെയ്തു. പക്ഷേ ചെയ്യുന്ന ജോലിയും കൂടെ നിൽക്കുന്നതിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് മാസം തൊട്ട് ഞാൻ ഏതാണ്ട് ഒരു 6 വർഷം 2,30,000 2,50,000 ആ ഒരു റേഞ്ച് മന്ത്ലി സാലറി പൗണ്ട് കൺവേർട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ 6 വർഷം അവിടെ പിടിച്ചു. 6 വർഷം പിന്നീട് 6 വർഷം നിന്നതിന് ശേഷം ഫസ്റ്റിലൊരു മോളുണ്ടായി. അത് കഴിഞ്ഞ് എനിക്ക് രണ്ടാമതൊരു ട്വിൻസ് വൈഫ് പ്രഗ്നൻ്റ് ആയിക്കഴിയുമ്പോൾ ട്വിന്നാണ്. അപ്പം ട്വിൻസും ഇതുകൂടെ ആയിക്കഴിയുമ്പോഴത്തേക്ക് അവിടെ ആരെങ്കിലും ഒരാളുടെ ജോലി നിർത്തേണ്ട അവസ്ഥ വന്നു. അങ്ങനെ എൻ്റെ ജോലി നിർത്തിയേക്കാമെന്നുള്ളതായി. അപ്പോൾ 2 പേരെയും കൊണ്ട് ജോലി ചെയ്ത് മുമ്പോട്ട് പോകാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോഴത്തേക്കും വലിയൊരു ഇൻകം ഇല്ല. അപ്പോഴത്തേക്കും ഞാൻ വൈഫിന് പറഞ്ഞു, നമുക്കെന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആവശ്യത്തിനായല്ലോ, എന്നാൽ ഇതെല്ലാം നിർത്തി നാട്ടിൽ പോയിട്ട് സ്വസ്ഥമായിട്ട് ഉള്ള പറമ്പൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ തുടങ്ങാമെന്നുള്ള കണക്കൂട്ടലായിരുന്നു. നമ്മുടെ മനസ്സിൽ ആ ഹോട്ടൽ ഫീൽഡുള്ളതുകൊണ്ട് അങ്ങനെ ഹോട്ടൽ തുടങ്ങാൻ വേണ്ടിയിട്ട് നാട്ടിൽ വന്നു. ഹോട്ടലുകളെല്ലാം കണ്ടു, സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനു വേണ്ടി പൈസ വേണം. അപ്പം ധൈര്യമുള്ളത് തന്നെ ഈ സ്ഥലമെല്ലാം വിൽക്കാമെന്ന് വെച്ചു. സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ജമ്മം ചെയ്താൽ ഈ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല. അതായത് 25 ലക്ഷം രൂപ കിട്ടുന്ന സ്ഥലത്തിന് നാട്ടുകാർ പറഞ്ഞ 5 ലക്ഷം രൂപ 4 ലക്ഷം രൂപയെ പറയുന്നുള്ളൂ. അപ്പോൾ അതിന് അത്രയും വാല്യൂ ഉണ്ട്. എനിക്കും അറിയാം, അവർക്കും അറിയാം, എല്ലാവർക്കും ചുമ്മാതെ കിട്ടേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു രക്ഷയില്ലാതെ ഇങ്ങനെ കെണിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിൽ ഞാനിതുപോലെ പേപ്പറിനകത്തൊരു പരസ്യം കണ്ടു, കൊച്ചിയിൽ വില്ലകൾ വിൽപ്പനയ്ക്കെന്നുള്ളൊരു പരസ്യം കണ്ടു. അങ്ങനെ ഞാൻ ഈ കൊച്ചിയിൽ വില്ല മേടിക്കാനായിട്ട്, അതായത് ഒരു ചെറിയൊരു 2 ബെഡ്റൂമിൻ്റെ വീട്. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ വീട് ചങ്ങനാശ്ശേരി, ഞങ്ങളുടെ വീട് അവിടെയും ഇവിടെ ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു വീട് മേടിക്കാനായിട്ട് ആഗ്രഹത്തിൽ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും അവർ ഒരു പഴയ പ്രൊജക്റ്റാണ്, ഭയങ്കര പേരായിരുന്നു, ആപ്പിൾ ഡേ പ്രോപ്പർട്ടി എന്നൊരു പ്രൊജക്റ്റാണ്, പൊട്ടിപ്പോയ പ്രൊജക്റ്റാണ്. പക്ഷേ ആ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാലും ഇന്ന് ആ പ്രൊജക്റ്റുകാരനുണ്ടായിരുന്നെങ്കിൽ ലോകത്തിലെ നമ്പർ 1 ബിൽഡറായനെ. പക്ഷേ എന്തോ ടെക്നിക്കൽ പ്രശ്നങ്ങളോ അല്ല അവരുടെ കപ്പാസിറ്റി കുറവുണ്ടോ സംഭവിച്ചു പോയി. പക്ഷേ അവരുടെ ആ പ്രൊജക്റ്റിനെ വേണ്ടി വന്നപ്പം കാക്കനാട് ഈ ഹൈവേ തന്നെ അവരൊരു ഡെമോ
2 ബെഡ്റൂമിൻ്റെ ഒരു വീട് 16 ലക്ഷം രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് എന്നുള്ളത് ഒരു സാധനം അവിടെ വെച്ചു. ഞാൻ പോയി കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. 16 ലക്ഷം രൂപയ്ക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു. ഫുൾ വീട് അവരൊരു ബോർഡിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, റൂഫെല്ലാം ചെയ്തിട്ട്. അവരുടെ ഇത് ആലപ്പുഴയിലാണ് അവരുടെ ഇതുള്ളത്. അപ്പോൾ ഞാൻ ഞാൻ അതും അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു അത് 3 സെൻറ്റ് സ്ഥലത്താണ് ആ വീടുള്ളത്, 16 ലക്ഷം രൂപയ്ക്ക് വീട്. പിന്നെ അത് കൂട്ടിക്കൊടുക്കും. ഞാൻ പറഞ്ഞു ഇവർക്ക് 3 സെൻറ്റിൽ ഈ 16 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാമെങ്കിൽ എനിക്ക് എൻ്റെ നാട്ടിൽ കിടക്കുന്ന ഈ സ്ഥലത്ത് ഇതുപോലെ വില്ല ചെയ്ത് കഴിഞ്ഞാൽ വിൽക്കുകയും ചെയ്യാം, എൻ്റെ ഫണ്ട് തിരിച്ചു കിട്ടുമെന്നൊരു തോന്നലും വന്നു. അങ്ങനെ കരുവഞ്ചാൽ കണിയാഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് റോഡ് സൈഡിൽ ഞാൻ ആദ്യമേ 6 വില്ലയുടെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തു. വളരെ അതിൻ്റെ പൈസയെന്ന് പറഞ്ഞാൽ ഉള്ള പൈസയൊക്കെ തിരിച്ചും മറിച്ചും കുറച്ച് പൈസയൊക്കെ ഉള്ളതും റോളിങ്ങും എല്ലാം ആക്കി ലോണും ഒക്കെ എടുത്തിട്ട് ഞാൻ അവിടെ 6 വില്ലയുടെ നിർമ്മാണം തുടങ്ങി. അത് വിറ്റുപോയോ? പണിയെല്ലാം പൂർത്തിയാക്കി പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കിയിട്ട് 1.5 വർഷമായിട്ട് ഈ 6 വില്ലയും വിൽക്കുന്നില്ല. പക്ഷേ അവിടെ പിന്നെയും പെട്ടു പരാജയം പറ്റിയതെന്നാന്ന് വെച്ചാൽ ഇവിടെ അടുത്തടുത്താണ് വീടുള്ളത്. പക്ഷേ അവിടെ വന്നപ്പോഴത്തേക്കും വില്ലാ പ്രൊജക്റ്റുകളൊന്നും ഈ 12 വർഷം മുമ്പ് അങ്ങനെ ഒന്നും സംഭവം നിലവിലില്ല. അപ്പം എല്ലാവരും പറയും ഇത് കോഴിക്കോട് പോലായി, അടുപ്പുകല്ല് പോലായി, അങ്ങനെ ഞങ്ങൾക്ക് താമസിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നാട്ടിൻപുറം ആൾക്കാരായിട്ട് ആൾക്കും വീട് വേണ്ട. അങ്ങനെ വന്നു. ഞാൻ വളരെയധികം ടെൻഷനായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നോക്കുമ്പം ഈ ആപ്പിളിൻ്റെ പ്രോപ്പർട്ടിയുടെ തന്നെ പിന്നെ ഞാൻ പരസ്യം കാണുന്നു, അവരുടെ TV പോസ്റ്റ് കാണുന്നു. ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഇവർ കാണിച്ചത് ഏതായാലും ഇവരാണല്ലോ ഈ പണി നമ്മളെ പഠിപ്പിച്ചത്, ഇവർ കാണിച്ചല്ലോ. ഞാൻ പേപ്പറിനകത്ത് പരസ്യം കൊടുത്തു. അവിടുത്തെ ലോക്കൽ ചാനലുകളിലെല്ലാം പരസ്യം കൊടുത്തപ്പം 1.5 മാസം കൊണ്ട് എൻ്റെ വീടുകളെല്ലാം വിറ്റു. വെരി ഗുഡ്. അപ്പം ഞാൻ ഓരോ വീടുകളും വിൽക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പോഴത്തേക്കും പൈസകളെല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെന്ത് ചെയ്യണമെന്നല്ലാതെ ഇതൊരു കൺഫ്യൂഷനിലേക്ക് എത്തി. അപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഞാനും വൈഫും കൂടി തീരുമാനമെടുത്തു ഏതായാലും വില്ല ചെയ്ത് കിട്ടിയ പൈസ കൊണ്ട് വില്ലയുടെ പണി തന്നെ തുടങ്ങാമെന്ന് വെച്ചിട്ട് അങ്ങനെ നല്ല നല്ല റബ്ബർ തോട്ടങ്ങൾ മുറിച്ചുകൊണ്ട്, അതായത് ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ 3.5 കിലോമീറ്റർ ഉള്ളിലുള്ള കാട്ടുപ്രദേശത്തെ റബ്ബർ മുറിച്ചിട്ട് അവിടെ വില്ല പ്രൊജക്റ്റിൻ്റെ നിർമ്മാണം തുടങ്ങി. അങ്ങനെ ഇന്ത്യക്കാരൻ ജോസഫ് വില്ല പണി തുടങ്ങി. അതൊരു പ്രൊഫഷനാക്കി. അപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞു അവനെന്തോ മാനസിക രോഗമാണ്, ഇതൊന്നും നടക്കുന്ന കേസല്ല, വഴിയും വെള്ളമില്ലാത്തടത്ത് ചെയ്യില്ല. പക്ഷേ ഞാൻ അവിടെ എല്ലായിടത്തും തന്നെ പ്രൊജക്റ്റുകൾ ചെയ്തു. ഒരു 10-15 സ്ഥലത്തോളം എനിക്ക് ഉണ്ടായിരുന്ന സ്ഥലത്തെല്ലാം വില്ല ചെയ്തു. വില്ലയുടെ നിർമ്മാണമായിട്ട് മുമ്പോട്ട് പോയി. അതങ്ങനെ വിറ്റുപോയെല്ലാം? അത് എല്ലാം തന്നെ ഓരോ വീടുകളും പണിയുന്നതിനനുസരിച്ച് വിൽക്കാൻ തുടങ്ങി. അതായത് ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉള്ളൂ. പിന്നെ അങ്ങനെ എത്ര വില്ലകൾ വിറ്റു? ഞാൻ അവിടെ തന്നെ ഏതാണ്ട് ഒരു 300-ലധികം വില്ലകൾ വിറ്റു. അവിടെയൊക്കെയാണ് പിന്നെ അടുത്തൊരു തടസ്സം വരുന്നത് അല്ലേ? അപ്പം അതിനുശേഷം ഈ കരുവഞ്ചാലിലെ വില്ല പ്രൊജക്റ്റുകളെല്ലാം ഇങ്ങനെ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഒരാൾ പറഞ്ഞു ഇങ്ങനെ തളിപ്പറമ്പിൽ ഒരു സ്ഥലമുണ്ട് കൊടുക്കാൻ കിടക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാനവിടെ പോയി നോക്കി. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആദ്യമേ ആ സ്ഥലത്തിൻ്റെ ഘടനകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഏത് സ്ഥലവും എടുക്കുന്നതിന് മുമ്പ് അതിനെപ്പറ്റിയിട്ടൊന്ന് ആധികാരികമായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭൂപ്രകൃതിയും സംവിധാനവും പിന്നെ എനിക്ക് ഈ ഇത്രയും വീട് പണിതപ്പോഴത്തേക്ക് ആ വാസ്തു എന്നുള്ള ഒരു ത്വരയുണ്ട്. പക്ഷേ ഞാൻ ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനികളാരും അങ്ങനെ വാസ്തു നോക്കുന്നതല്ല. പക്ഷേ വീട് വാങ്ങിക്കാൻ വരുന്നവർ ഈ അങ്ങനെ വാസ്തുവിൽ ഞാനതിൽ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഉപദേഷ്ടാവായിട്ടുള്ള കാണിപ്പയ്യൂര് മകൻ നമ്പൂതിരിയുണ്ട്. പുള്ളിനെ ഞാൻ വിളിച്ച് ചോദിച്ചു ഈ സ്ഥലം എങ്ങനെയുണ്ട് പറഞ്ഞു. പുള്ളി പറഞ്ഞു അത്യുത്തമമായ സ്ഥലമാണ്, വീടിന് നല്ല സ്ഥലമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വീട് പണിയാൻ വേണ്ടി വില്ല വാങ്ങിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പോഴത്തേക്കും അതിൻ്റെ ഓണർ പറഞ്ഞു അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു 4-5 പേരവിടെ വില്ല ചെയ്യാൻ വേണ്ടി വന്നതാണ്. ചെയ്യാൻ വേണ്ടി എല്ലാവരും 8 നില പരാജയപ്പെട്ടു പോയി. അതിൻ്റെ ഓണറും വില്ല ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടതാണ്, അതും പരാജയപ്പെട്ടു പോയി. അദ്ദേഹം അവിടെ പണിയെടുക്കുമ്പോൾ എല്ലാം ഓരോരോ പ്രശ്നങ്ങളാണ്. കളക്ട്രേറ്റിൽ നിന്ന് അവിടെ സ്റ്റോപ്പ് മെമ്മോ ഉള്ളതാണ്, RDOയുടെ അടുത്ത് നിന്ന് വില്ലേജിൽ നിന്നൊക്കെ സ്റ്റോപ്പ് മെമ്മോ ഉള്ളൊരു ഏരിയയാണ്. ഇതൊന്നും അറിയാതെയാണ് ഞാനെടുത്തത്. ഞാനും എന്താണെന്ന് വെച്ചാൽ സകല പ്രൊജക്റ്റും പ്രതീക്ഷയോടുകൂടി ഞാനും അവിടെ ചെന്ന് മണ്ണ് മാന്താൻ തുടങ്ങിയപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ വന്ന് പറഞ്ഞു ഇത് മണ്ണ് മാറ്റാൻ പറ്റില്ല, ഇവിടുത്തെ മണ്ണ് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അതായത് അത് ഒരു 10 മീറ്ററോളം ഹൈറ്റിൽ നിലവിൽ അവിടുന്ന് മണ്ണ് കംപ്ലീറ്റ് പല ആൾക്കാർ വന്നിട്ട്, അതായത് ഓണറിൻ്റെ അറിവിലല്ല, നാട്ടുകാർ മുഴുവൻ ഇവിടുന്ന് മണ്ണുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത്
ഇരിക്കുകയായിരുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇത് കുറേ മണ്ണുള്ളൂ. ഞാൻ എന്നിട്ട് പറഞ്ഞു, നാട്ടുകാരുടെ പ്രശ്നം മണ്ണ് കൊണ്ടുപോകാൻ പാടില്ല, അത് മാത്രമേ അവർക്കുള്ളൂ. നീ വില്ല ചെയ്തു ഒരു കുഴപ്പമില്ല, മണ്ണ് കൊണ്ടുപോകില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഏതായാലും മണ്ണ് കൊണ്ടുപോകുന്നില്ല. അവിടെ അന്നേരം ഒരു 150 ലോഡ് മണ്ണോളം ഉണ്ടായിരുന്നു. ആ 150 ലോഡ് മണ്ണും ഇതിനകത്ത് ഒരു സൈഡിൽ ഈ 10 മീറ്ററോളം ഹൈറ്റ് ഉണ്ടല്ലോ, ഞാൻ ആ 10 മീറ്റർ ഹൈറ്റിൻ്റെതിനകത്ത് ഒരു 4 മീറ്റർ ഹൈറ്റിലേക്ക് ഈ മണ്ണ് കംപ്ലീറ്റ് ഹിറ്റാച്ചി വെച്ച് അടുപ്പിച്ചിട്ട് അവനെ ഒരു സ്റ്റെപ്പാക്കി. അപ്പം അതൊരു സ്റ്റെപ്പും താഴത്തെ ഒരു സ്റ്റെപ്പും ആക്കി. എന്നിട്ട് ആ താഴത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് വില്ല ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റേ സ്റ്റെപ്പ് ലെവലും ആക്കി വില്ല ചെയ്യാൻ വേണ്ടി ഞാനത് ഡെവലപ്പ്. എത്ര വില്ലാണ് അവിടെ ഞാനവിടെ 3 ഏക്കർ സ്ഥലം മേടിക്കുന്നത്. അവിടെ പ്ലാനും ലേഔട്ടും ഒക്കെ ആക്കിയിട്ട് 34 വില്ലയും അപ്പാർട്ട്മെൻറ്റും ചെയ്യാനുള്ള ഒരു പ്ലാൻ ആക്കി. പ്ലാൻ എല്ലാം കൂടെ ഫസ്റ്റ് ഫേസിൽ തന്നെയാണ് ഈ 34 വില്ലയുടെയും പ്ലാൻ ഒന്നിച്ചുള്ള പ്ലാൻ സെറ്റാക്കി. എന്നിട്ടത് നടന്നോ? എന്നിട്ട് ഞാൻ ഈ പ്ലാൻ വരച്ചപ്പോൾ എന്നോട് ഓണർ പറഞ്ഞു, തന്നയാൾ പറഞ്ഞു, പലരും വില്ലാ പ്രൊജക്റ്റുമായിട്ട് ഇവിടെ വന്നതാണ്. പിന്നെ തളിപ്പറമ്പിൻ്റെ ചരിത്രത്തിൽ പല വില്ലാ പ്രൊജക്റ്റുകളും വന്നിട്ട് ഒരു വില്ലാ പ്രൊജക്റ്റ് ഇതുവരെ സക്സസ് ആയ ഒരു ചരിത്രമില്ല. അതുകൊണ്ട് നീയും ഈ സാധനം എടുത്ത് കഴിഞ്ഞപ്പം വില്ലാ പ്രൊജക്റ്റിൽ ചിലപ്പോൾ അങ്ങനെ ശോഭിക്കണമെന്നില്ല. നീ അതുകൊണ്ട് ഒരു 2-3 വില്ല മാത്രം തൽക്കാലം ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഒറ്റയടിക്ക് ഏതായാലും രണ്ടും കൽപ്പിച്ചിട്ട് അവിടെ 10 വീടിൻ്റെ നിർമ്മാണം ഒരുപോലെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. 10 വീടിൻ്റെ നിർമ്മാണം കഴിഞ്ഞപ്പോഴത്തേക്കും തളിപ്പറമ്പ് ടൗണുകാർക്ക് അത് ഭയങ്കര ഒരു സന്തോഷമായി. എന്നുവെച്ചാൽ ഒരു വലിയൊരു ടൗണാണ്. പിന്നെ ഞാൻ പുറത്തുനിന്ന് വന്ന ഒരാളാണ്, അതായത് എൻ്റെ വീടുമായിട്ട് ഒരു 20 കിലോമീറ്റർ കൊണ്ട് ടൗണുകാരെല്ലാം കൂടെ എന്നെ ഹൃദയത്തിലേറ്റിയിട്ട് നല്ല രീതിയിൽ അത് പ്രൊജക്റ്റുമായിട്ട് മുമ്പോട്ട് പോയി. പക്ഷേ ഞാൻ ഈ ഫയലുമായിട്ട് ഞാൻ മുനിസിപ്പാലിറ്റി ചെല്ലുമ്പോഴത്തേക്കും മുനിസിപ്പാലിറ്റി എന്ന് പറയും അവിടെ ഒന്നും പ്രൊജക്റ്റ് ഒരിക്കലും വിജയിക്കുകയില്ല. ഇപ്പോൾ തളിപ്പറമ്പിൽ നിങ്ങളെക്കാളും കഴിവും പ്രാപ്തിയുള്ള പ്രഗത്ഭരായി വന്നവരെല്ലാവരും പൊട്ടി വീണ് പിന്നെ ഇതൊന്നും നടക്കുകയില്ല, ഇതൊക്കെ ആദ്യത്തെ ഒരു ആവേശമുള്ളൂ എന്ന് പറഞ്ഞു. സാറേ എന്നാൽ ഇത് ഞാൻ തന്നെയാണിത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ പഴയ ആ എൻജിനീയറിങ്ങിൻ്റെ ചെറിയ ബോധങ്ങളെല്ലാം കൂടെ വന്നത് സെറ്റപ്പാക്കി. പിന്നെ ഇത്രയും കാലത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊണ്ട് വർക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോയി. പക്ഷേ വർക്കുകളെല്ലാം സ്മൂത്തായിട്ട് പോയി. പെട്ടെന്ന് വീടുകൾ വിൽക്കാൻ തുടങ്ങി. പെട്ടെന്ന് അത് നല്ലൊരു ഡെവലപ്പിലേക്ക് എത്തി. അത് എത്ര വില്ലകൾ വിറ്റുപോടെ? അവിടുത്തെ 34 വില്ലയ്ക്കകത്തും ഏതാണ്ട് ഒരു 25-26 വില്ലകളും പെട്ടെന്ന് വിറ്റുപോയി. ഈ പെട്ടെന്ന് വിറ്റുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നത്തെ ഇതെന്നു വെച്ചാൽ വീട് വിറ്റുപോയി. പെട്ടെന്ന് കുറേ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്തായി, അവിടെ ഒരു കൂട്ടായ്മയായി എന്നൊരു തോന്നൽ വന്നു. അപ്പോൾ അവിടെ നമ്മൾ കോമൺ ആയിട്ട് അവരോട് പറഞ്ഞായിരുന്നു, അവിടെ ക്ലബ് ഹൗസ് ഉണ്ട്, ക്ലബ് ഹൗസ്, ഗാർഡൻ, ജിംനേഷ്യം, ലൈബ്രറി, ഓപ്പൺ സ്റ്റേഡിയം, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, ഗാർഡൻ, പിന്നെ അതുപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റ്, ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. 6 മീറ്റർ വീതിയിലുള്ള റോഡ്. അതായത് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ഇല്ല. അതായത് 250 ഓഫർ ചെയ്തെല്ലാം എല്ലാം ചെയ്തു. ആ പ്രോജക്റ്റിനകത്ത് 25 വീടോളം വിറ്റു. 25 വീട് വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ കുറച്ചും കൂടെ സ്പീഡിൽ കയറി താമസം തുടങ്ങി ബാക്കി വീട് വിൽക്കുമെന്ന് എനിക്കൊരു തോന്നുന്നുണ്ടായിരുന്നു. അപ്പം 10 ലക്ഷം തരാനുള്ളതും 20 ലക്ഷം തരാനുള്ളവരും 50 ലക്ഷം തരാനുള്ളവരും ഒക്കെ എന്ത് ചെയ്തു, എല്ലാവരും അങ്ങോട്ട് താക്കോൽ കൊടുത്ത് കയറി താമസിച്ചു. പതുക്കെ, അതായത് അവരുമായിട്ടൊരു ഇതുണ്ടല്ലോ, എഗ്രിമെൻറ്റ് പോലും മുമ്പോട്ട് പോയില്ല. തരാനുള്ളൊരു നോർമൽ എഗ്രിമെൻ്റ് ഉണ്ട്, ബാക്കി നിങ്ങൾ സമയം പോലെ തന്നാൽ മതി, അല്ലെങ്കിൽ 2 മാസം 3 മാസം സമയത്ത് തന്നാൽ മതി. കാരണം അവരും നമ്മുടെ പാർട്ണറാണല്ലോ. ആ ഒരു രീതിയിൽ അങ്ങനെ എല്ലാവർക്കും താമസിക്കാൻ കൊടുക്കും. അത് പ്രശ്നമായോ? അത് പ്രശ്നമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓരോ വീടുകളിൽ കൂടെ ഈ പൈസയ്ക്ക് അവർ പറഞ്ഞ സമയത്ത് പൈസ തരാതെ വരുമ്പോഴത്തേക്കും അവർ പറയും അവിടെ റിക്രിയേഷൻ അത് ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങൾ റിക്രിയേഷൻ ചെയ്താൽ ഞങ്ങൾ തരാമെന്ന് പറയും. അങ്ങനെ എന്നെക്കൊണ്ട് ഇവർ ഓരോരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തരാനുള്ള, ഞാൻ ഓരോ വീടുകളിൽ കൂടി ഇങ്ങനെ കയറി ഇറങ്ങി പൈസയ്ക്ക് പോകുമ്പോഴത്തേക്കും ഇവർ ഓരോരുത്തരും കളിയാക്കാൻ തുടങ്ങി. ഇപ്പം ഇപ്പുറത്ത് ഒരിടത്തുനിന്ന് കയറിയിട്ട് ചെല്ലുമ്പോഴത്തേക്കും മറ്റോ വിളിച്ചോ, ഇതാ ഇവന് നിങ്ങളുടെ വീട്ടിലേക്കാണ് വരുന്നതെന്ന് പറയും. അപ്പോൾ ഇവർ തമ്മിൽ എന്ത് ചെയ്തു, ഈ പൈസ തരാത്തവരെല്ലാവരും കൂടി സംഘടിച്ചിട്ട് അവരൊരു കൂട്ടായ്മയായി. ഈ കൂട്ടായ്മയായിട്ട് ഇവരിപ്പോൾ പൈസ തരികയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. അപ്പം നമുക്കത് ഭയങ്കരമായിട്ട് ഇതായി. പിന്നെ ബാക്കി വെച്ചാൽ കുറേ ആൾക്കാർ പൈസ തന്നു, കുറേ ആൾക്കാർ പൈസ തരാത്തവരുമുണ്ട്. തരാത്തവരെന്ന് പറഞ്ഞ ഒരു 10 പേരേ ഉള്ളൂ. ബാക്കി ഒട്ടുമിക്ക ആൾക്കാരും തന്നതുമാണ്. അപ്പോൾ അത് പ്രശ്നങ്ങൾ അങ്ങ് കൂടാൻ തുടങ്ങി. അവസാനം സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എന്ന് വെച്ചാൽ അവിടെ
ചില ലീഡർമാർ വരാൻ തുടങ്ങി. അപ്പം ലീഡർമാർ എന്തായി, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേതാക്കന്മാർ അവിടെ എത്തി. ഈ നേതാക്കന്മാരായി പിന്നെ അവിടുത്തെ കാര്യങ്ങളുടെ തീരുമാനങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്തു, നമുക്ക് ഉള്ള അസോസിയേഷൻ രൂപീകരിച്ചു, അവരെല്ലാമായി. അപ്പോൾ ഇവരെല്ലാം കൂടി പേയ്മെൻറ്റിൻ്റെ കാര്യത്തിനകത്ത് ആർക്കും ഒരു ഇതില്ല. അപ്പോൾ ഓരോരുത്തർ തരാനുള്ള പേയ്മെൻ്റ് ഇല്ല, അവരാരും ഉത്തരവാദിത്വം ഏൽക്കാത്തൊരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ പൈസ തരാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോഴത്തേക്കും പിന്നെ ഈ വീടിന് മുഴുവനും എനിക്ക് വ്യക്തമായിട്ടറിയാം ഈ വീട് എങ്ങനെയാണ് ചെയ്തത്. ഞാൻ തന്നെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള എൻജിനീയറും കാര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും. അതായത് ഞാൻ രാവിലെ തൊട്ട് സൈറ്റിലുള്ളതാണ്. താങ്കൾക്ക് ഡിസൈനിങ് എല്ലാം അറിയാവുന്ന? ഏറെക്കുറെ എനിക്കെല്ലാം അറിയാം. നമ്മൾ അവസാനം ആ പ്രോജക്റ്റ് എന്ത് ചെയ്തു പിന്നെ? എന്നിട്ട് ഈ പ്രൊജക്റ്റിനകത്ത് ചില പ്രോബ്ലം, ഈ ഫണ്ട് തരാത്തവർ എനിക്ക് എതിരായിട്ടായി, ഫണ്ട് തന്നവർ സപ്പോർട്ടുമായി. അപ്പം ഫണ്ട് ഇല്ല എന്നുള്ളവരുടെ കയ്യിൽ ആ പൈസ നമുക്കതൊരു വിഷയമില്ല. ഉള്ളവർ തരാത്തവരെ എന്ത് ചെയ്തു, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവർ ലോൺ അവർ മേടിച്ചെടുത്തു, നമുക്ക് തരാതെ വന്നപ്പോഴത്തേക്കും നമുക്കത് ബുദ്ധിമുട്ടായി. അങ്ങനെ വന്നപ്പോഴത്തേക്കും അവരും ഞാനും കൂടെ രണ്ട് ചേരിയിലേക്ക് എത്തേണ്ട അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ വന്നപ്പോഴത്തേക്കും അവിടെ ഒരു വീടിൻ്റെ കാർ പോർച്ച് വീടിന് നേരെ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ കാർ, ഞാൻ അന്നേരം പറഞ്ഞു, സാറേ ഇവിടെ കാർ പോർച്ച് ആക്കിയത് കൊണ്ട് സാറിൻ്റെ കാർ ഇടാൻ ഒന്നെങ്കിൽ ഗാർഡനകത്തേക്ക് സാറ് സ്പേസ് ആക്കിയെങ്കിൽ നമുക്കവിടെ ഗാർഡൻ ഫ്രണ്ടിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ പോർച്ച് ഗാർഡനിലേക്ക് ആക്കുമെന്ന് പറയും. അപ്പം ഞങ്ങളുടെ ചിലവിൽ അവിടെ ഗാർഡൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മനോഹരമായിട്ട് മറ്റെല്ലാ വീടിനും ഗാർഡൻ ആക്കിയപ്പോൾ ഇവരുടെയും ഗാർഡൻ എന്ത് ചെയ്തു, ഇവരും പറഞ്ഞത് സെറ്റ് ചെയ്തേക്കാൻ പറഞ്ഞു. കാർ കുഴപ്പമില്ല, ഞങ്ങൾ തൽക്കാലം മുമ്പിൽ ഇട്ടോളാം എന്ന് പറയും. അങ്ങനെ ഞാൻ ഗാർഡൻ സെറ്റ് ചെയ്തു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഞങ്ങൾ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് താക്കോൽ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ മുമ്പിലത്തെ കാർ ഇടാൻ വേണ്ടി അതിൻ്റെ ഒരു സൈഡിലേക്ക് ആക്കി. പക്ഷേ ആ സൈഡിൽ ഞങ്ങൾ കൊടുത്ത സ്ഥലത്ത് ഈ വില്ല പ്രൊജക്റ്റുകളാകുമ്പോഴത്തേക്കും ചില സ്ഥലത്ത്, അതായത് ഒരു സ്ഥലത്ത് ഇച്ചിരി അളവ് കൂടുതൽ കൊടുക്കാം, അവിടെ സെപ്റ്റി ടാങ്ക് വേസ്റ്റ് ടാങ്ക് വെക്കാൻ വേണ്ടി. അങ്ങനെ അത് പ്രശ്നമായി. ആ സെപ്റ്റി ടാങ്ക് വെച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സൈഡിലാണ് അവർക്കൊരു സെപ്റ്റി ടാങ്ക് ചെയ്ത് കൊടുത്തത്. ആ സെപ്റ്റി ടാങ്ക് കൊടുത്തെടുത്ത് അവിടെ ശരിക്കും പറഞ്ഞ് നല്ല വീതിയുണ്ട് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പുള്ളി ആ കാർ അവിടെ പാർക്ക് ചെയ്തു. കാരണം കാറ് കയറ്റിയിടാനുള്ള കണ്ടീഷനിലല്ല ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടുത്തെ മണ്ണിൻ്റെ ഘടന വളരെ കട്ടി കുറഞ്ഞ മണ്ണാണ്. അപ്പം ഈ സാധാരണ സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ടാങ്കും 3 റൗണ്ടുകളുള്ള. പക്ഷേ ഈ ടാങ്ക് ഞങ്ങൾ എന്ത് ചെയ്തു, ഇതവിടെ സൂട്ടബിൾ അല്ലാത്തത് കൊണ്ട് കുഴി കുത്തിയിട്ട് വെട്ടുകല്ല് വെച്ച് കെട്ടിയിട്ടായിരുന്നു ചെയ്തത്. എന്നിട്ട് അതിന് മുകളിൽ സ്ലാബ്. അത്രയും സ്ട്രോങ് അല്ല, ഇരുന്ന് പോയോ, വണ്ടി കയറ്റാൻ പറ്റുന്ന കണ്ടീഷൻ. നമ്മൾ അല്ലെങ്കിൽ നമ്മളോട് പറയാം ഞാനിവിടെ ആ കാറ് പാർക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നോർമൽ സ്ലാബ് ആയതുകൊണ്ട് ഈ കാർ ഇരുന്ന് പോകും. അപ്പോൾ നമുക്കറിയാം ഈ വീടിൻ്റെ സെപ്റ്റി ടാങ്കിൻ്റെ മുകളിലാണ് കാറ് കിടക്കുന്നത്, കാറ് മഴക്കാലത്ത് ഇരിക്കുമെന്ന് നമുക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ പുള്ളിയോട് പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ ഞാൻ സ്ഥലത്തിൽ, ഞാൻ എറണാകുളത്തായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ച് പറയും മഴ പെയ്യുമ്പം ഇത് ഇരിക്കും എന്ന് പറയും. അപ്പം രാവിലെ തൊട്ടുള്ള മഴയാണ്. അപ്പം സ്ലാബ് ചെറുതായിട്ടിരുന്നു. അപ്പം 2 മണി ആയപ്പോഴത്തേക്കും സ്ലാബ് കുറച്ചിരുന്നപ്പോൾ ഓണറെ വിളിച്ച് പറഞ്ഞു, സാറേ ഇങ്ങനെ ടാങ്ക് ഇരുന്ന് പോയിട്ടുണ്ട്, ആ താക്കോൽ കുഴപ്പമൊന്നുമില്ല, അത് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ വന്നിട്ട് നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയും പേയ്മെൻറ്റ് തരാൻ ബാക്കിയുണ്ട്. ഉച്ച കഴിഞ്ഞ് വൈകിട്ടത്തേക്കായപ്പം കാറ് കുറച്ചും കൂടി ഇരുന്നു. പുള്ളി പറഞ്ഞു, ഞങ്ങൾക്കിത് വീണ് കിട്ടിയ ഒരു സൗഭാഗ്യമാണ്, ഞങ്ങളിത് വെച്ച് എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പേയ്മെൻറ്റ് തരാനുള്ളവരെല്ലാവരും കൂടിയിട്ട് അത് മീഡിയേറ്ററെ വിളിച്ചു, പ്രശ്നങ്ങളാക്കി. അപ്പം നാട്ടുകാർ പലരും വന്ന് വിളിച്ചു, അവിടുത്തെ ആൾക്കാരെല്ലാം വന്ന് വിളിച്ച് ചോദിച്ചു ഇതെന്ത് ചെയ്യാൻ. ഞാൻ പറഞ്ഞു, സാറേ സെപ്റ്റി ടാങ്ക് പൊട്ടി. അപ്പം ഞങ്ങളുടെ സ്റ്റാഫുകളെ ആരെയും കോമ്പൗണ്ടിനുള്ളിൽ കയറ്റുകയില്ലാത്ത അവസ്ഥയായി. അപ്പോൾ ഞങ്ങൾ കയറ്റി ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അവർ പോലീസിൽ പരാതി കൊടുത്ത് സ്റ്റേഷനിൽ വന്ന് എല്ലാം വന്നപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക. സാർ ഞാൻ എൻ്റെ ചിലവിൽ ടാങ്ക് മാറ്റി കൊടുക്കാം. അതായത് ഇപ്പം ഞാൻ ചെയ്ത ടാങ്ക് സ്വാഭാവികമുണ്ട്. ഇനി എന്ത് എൻ്റെ ഉത്തരവ്, കാരണം ഒരു വീടിന് ഞങ്ങൾ 10 വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ വരുന്ന എന്ത് കംപ്ലയിൻറ്റും സ്വഭാവം ഞാൻ ചെയ്തു കൊടുക്കാം. ശരി, അപ്പോൾ ഇവർക്ക് ടാങ്ക് മാറ്റണ്ട. അങ്ങനെ സകല ചാനലുകാരെയും വിളിച്ച് അവരുടെ രീതികളിൽ കൂടി ഇൻ്റർവ്യൂ എങ്ങനെ സോൾവ് ചെയ്തത്. ഞാൻ പിറ്റേ ദിവസം ഇവർ ചാനലുകാരെ എല്ലാം വിളിച്ച് ഇവരുടെ വീഡിയോയും ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞു, പേപ്പറിൽ വന്നു, സകല ചാനലും വന്നു, നമ്മുടെ ഏഷ്യാനെറ്റ് ചാനൽ വന്നു. അപ്പോൾ ഏഷ്യാനെറ്റുകാർ എന്നെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ ചെയ്താണോ? അതെ. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്താണ്. എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെയാണ് സംഭവം ഉണ്ടായിരുന്നത്, ഒരു കാർ വെച്ച് പൊട്ടിപ്പോയി, ഞാൻ എൻ്റെ ചിലവിൽ അത് മാറ്റി 24 മണിക്കൂർ കൊണ്ട് റീപ്ലേസ് ചെയ്ത് കൊടുത്തോളാം. ഓക്കെ. അപ്പോൾ ഇവർ പരസ്യം വന്ന സമയത്ത് ഈ ന്യൂസിനകത്ത് ഏഷ്യാനെറ്റുകാർ എൻ്റെ ന്യൂസും കൂടെ എൻ്റെ വോയിസും കൂടി ഇട്ടായിരുന്നു. പിന്നെ ഇവർക്കിത് മാറ്റി കൊടുത്തു കഴിഞ്ഞാലും
ഇവരെന്ത് ചെയ്തു, ഈ ഫോട്ടോയും വീഡിയോയും വെച്ച് ഇവർ നല്ല രീതിയിൽ അത് കവറേജ് ചെയ്തു. അപ്പോൾ എന്തായി, ഇവർ തരാനുള്ള പേയ്മെൻറ്റ് തരാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊരു വലിയൊരു സംവിധാനമാക്കി. അങ്ങനെ അതൊരു വിഷയമായി മാറി. പക്ഷേ ഈ ടാങ്ക് പൊട്ടുന്നതിൻ്റെ ഇത് പൊട്ടുന്നതിൻ്റെ ഒരു മാസം മുമ്പാണ് ഇതിൻ്റെ തൊട്ട് പറയും ഞാനൊരു 5 ഏക്കർ സ്ഥലം വില്ലയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങി അതിൻ്റെ ഡെവലപ്മെൻ്റ് എല്ലാം നടന്നു. അവിടെ വില്ല പ്രൊജക്റ്റിന് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം ഇവർ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സോഷ്യൽ മീഡിയയിൽ ആളുകളെ വെച്ചുകൊണ്ട് ഇത് നെഗറ്റീവ് പബ്ലിസിറ്റി. പക്ഷേ ആ നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ നിന്ന് അതൊരു പോസിറ്റീവായിരുന്നു. താങ്കൾക്ക് ഗുണം ചെയ്തു. എനിക്കത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. അതായത് തൊട്ട് മുകളിൽ 45 വില്ലയാണ് ചെയ്തത്. ഈ താഴെ 34 എണ്ണത്തിൽ 25 എണ്ണേ വിറ്റ് പോയിട്ടുള്ളൂ. ബാക്കി അവിടെ വിൽക്കാൻ കിടക്കുമ്പോൾ ആ വീട് അവിടെ കിടന്നു. ബാക്കി മുകളിലത്തെ വീടുകൾ മുഴുവനും ചടപടാന്ന് ആൾക്കാർ നോക്കി വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് വിറ്റ് പോകാൻ തുടങ്ങി. അതായത് ഇവരായിട്ടൊരു ഉപകാരം ചെയ്തു. അതായത് മേടിക്കുന്നത് പുറത്തുള്ളവരല്ല, ആ തളിപ്പറമ്പിനോട് ചുറ്റുള്ളവരാണ്. അപ്പം ആൾക്കാർക്കെല്ലാം സംഭവം മനസ്സിലായി, ഇത് അവിടെ എന്തോ സ്പെഷ്യലുണ്ട് എന്ന് വെച്ചിട്ട് അവിടെ ആൾക്കാർ വന്നു. അപ്പോൾ ആദ്യത്തെ പ്രൊജക്റ്റിനകത്ത് ഞങ്ങൾ പറയാനുള്ള ക്ലബ് ഹൗസ്, ഗാർഡൻ, ജിംനേഷ്യം, ലൈബ്രറി, ഓപ്പൺ സ്റ്റേഡിയം, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, ഗാർഡൻ, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റികളും അവിടെ ചെയ്തു. രണ്ടാമത്തെ പ്രൊജക്റ്റിനകത്ത് ഞാൻ അവരോട് പറഞ്ഞു അവർക്ക് അഡീഷണൽ ഫീച്ചറായിട്ട് ഒരു സ്വിമ്മിംഗ് പൂളും കൂടെ കൊടുത്തു. ആദ്യത്തെ പ്രൊജക്റ്റിന് സ്വിമ്മിംഗ് പൂൾ ഇല്ല. പക്ഷേ രണ്ടാമത്തെ പ്രൊജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്തു. അതിനുള്ള എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോയി. എന്നാൽ ഒരു 2.5 വർഷം കൊണ്ട് 45 വില്ലയും പണി പൂർത്തിയാക്കി. ഇതെല്ലാം ടോട്ടലിൽ ഈ ആദ്യത്തെ 34 വില്ലയും രണ്ടാമത്തെ 45 വില്ലയും കൂടെ പണി തുടങ്ങിയപ്പം തൊട്ട് തീരുന്നിടം വരെ 2.5 വർഷമേ ഉള്ളൂ. പ്രൊജക്റ്റ് എല്ലാം ഹൈ ലെവലിൽ തീർന്നു. എന്നാൽ അവിടെ 9 വില്ല വിൽക്കാൻ പറ്റുന്നുണ്ട്. ഏറെക്കുറെ എല്ലാ വീടും ഞാൻ വിറ്റു. പിന്നീട് എന്താ ചെയ്തത്? ഇങ്ങനെ വില്ലകളെല്ലാം വിറ്റു. പക്ഷേ താഴത്തെ ഇങ്ങനെ വില്ല പ്രൊജക്റ്റ് ചെയ്തതിനകത്ത് ഈ നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാനും സ്വാഭാവികമായിട്ട് തന്നു ഇനി ജീവിതത്തിൽ ഈ വില്ല പ്രൊജക്റ്റ് അങ്ങ് നിർത്തിയേക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നു. ഞാൻ പ്രൊജക്റ്റ് നിർത്തി UK പോകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. കാരണം വൈഫും ഞങ്ങളെല്ലാം കൂടെ അവിടെ പോയി സെറ്റിലാകാനായിട്ട് തീരുമാനിച്ചു. ആ സമയത്താണ് നമ്മൾ കണ്ടു അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കുമാണ് ഞാൻ കണ്ണൂർ ബിനാലെ ഹോട്ടലിൽ വെച്ചിട്ട് BNA നടത്തിയ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനകത്ത് സാറിന് വന്നു. പക്ഷേ ഞാനും ആ BNAക്കാരിങ്ങനെ പറയും ഇങ്ങനെ ഒരു ആൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറയും എന്ത് ട്രെയിനിങ് എന്നൊക്കെ ഓർത്ത് അവിടെ വന്നിരുന്നപ്പം. പക്ഷേ എനിക്ക് ആ ട്രെയിനിങ്ങിനകത്തുനിന്ന് കുറേ നല്ല വിത്തുകൾ കിട്ടി. ആ വിത്തുകൾ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ ഉറങ്ങിക്കിടന്ന തളർന്ന നമുക്ക് ഒരു ആവേശം അങ്ങോട്ട് വന്നു. ഭയങ്കരമായിട്ട് ബിസിനസ് ചെയ്യണമെന്നൊരു തോന്നൽ വന്നു. അങ്ങനെ ഞാൻ BNAയുടെ മീറ്റിങ്ങിൽ ചെന്നിട്ട് പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ ഉടൻ വില്ല പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് കണ്ണൂർ ടൗണിൽ CMR സ്ഥലം തപ്പുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് BNA പെട്ട ഒരു പയ്യൻ തന്നെ അവിടെ ഒരു സ്ഥലം കണക്ട് ചെയ്തു തന്നു. അങ്ങനെ അവിടെ 35 വീടിൻ്റെ നിർമ്മാണം പെട്ടെന്ന് തുടങ്ങി. ഇന്നിപ്പോൾ എത്ര വില്ലകൾ അവിടെ, എത്ര പ്രോജക്റ്റുകളുണ്ട്? കണ്ണൂർ ടൗണിൽ 2 പ്രൊജക്റ്റ് ഉണ്ട്. ഒന്ന് മിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തും ഒന്ന് ചാലയ്ക്കടുത്തും. ഒരു 35ഉം ഒരു 30ഉം. എത്ര പ്രോജക്റ്റുകൾ അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? ടോട്ടലിൽ ഇപ്പോൾ ഇതുവരെ 460 വില്ലകളാണ് പണി പൂർത്തിയാക്കി. അവിടെ മാത്രം ഒതുങ്ങിയോ അതോ വേറെ എവിടെയെങ്കിലും? പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫാദറിൻ്റെ വീട് ചങ്ങനാശ്ശേരിയാണ്. ഞാൻ ചങ്ങനാശ്ശേരി വാകത്താനത്ത് ഒരു 1.25 ഏക്കറിനകത്ത് ഒരു 16 വില്ലയുടെ നിർമ്മാണം ഇപ്പം റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനിടയിലാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് നമ്മുടെ കോച്ചിങ് പ്രോഗ്രാം. അതായത് അങ്ങനെ ഇരിക്കുമാണ് സാറ് പറയുന്നത് ഇതുപോലെ നമ്മൾ ഈഗിളിലുള്ള 49 ബിസിനസ്സുകാരുമായിട്ട് ദുബായ് ബാക്കു ട്രിപ്പിലേക്ക് പോകുന്നു. അങ്ങനെ ആ ട്രിപ്പ് എൻജോയ് ചെയ്ത സമയത്ത് അപ്പം അതിനകത്തുണ്ടായിരുന്ന ഒരു നീതുണ്ട്, സിഗ്മ മെഡിക്കൽ കോഡിങ്. അപ്പോൾ നീതുവായിട്ട് എല്ലാവരുമായിട്ട് നല്ല മിംഗ്ലിംഗ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് വന്ന ആദ്യത്തെ മീറ്റിംഗ് നമ്മൾ തിരിച്ചു വന്ന ശേഷം 1 മാസം കഴിഞ്ഞപ്പം സാറ് പറഞ്ഞു നമുക്കൊരു ഫാമിലി മീറ്റ് വെക്കണമെന്ന്. അപ്പം ഓണം സെലിബ്രേഷൻ നടത്തി. അപ്പം ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ടുവന്നു, ആണുങ്ങൾ അവരുടെ വൈഫുമാരെ കൊണ്ടുവന്നു, പെണ്ണുങ്ങൾ അവരുടെ ഹസ്ബൻഡുമാരെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു എൻജോയ് ചെയ്തൊരു മീറ്റിംഗ് ആയിരുന്നു. ആ എൻജോയ് ചെയ്ത മീറ്റിങ്ങിനകത്ത് ഞാൻ പറഞ്ഞു കൊച്ചിയിലേക്ക് ഡിസംബറിലേക്ക് എനിക്ക് വില്ല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ എന്നുള്ള സ്ഥലം തപ്പുകയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് ആദ്യമേ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 7 മണിയായി. അപ്പം നീതുവിൻ്റെ ഹസ്ബൻഡ് ബിബിൻ എന്നോട് വന്നിട്ട് പറഞ്ഞു സാറേ അങ്കമാലിലൊരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇത് കേട്ടപ്പോഴത്തേക്കും കുറേ സ്ഥലം ഞാനിങ്ങനെ കണ്ടതുകൊണ്ട് അങ്കമാലി അല്ലേ നമുക്ക് നോക്കിയേക്കാമെന്ന് പറഞ്ഞ്
ഞാനത് ഒഴുക്കം മാറ്റി വിട്ടു. അങ്ങനെ ഞാനും വൈഫും കൂടെ ഷോപ്പിംഗായിട്ട് ലുലുവിൽ വന്നു. ലുലുവിൽ വന്നപ്പോൾ ഷോപ്പിങ്ങിനൊരു 1.5 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ വൈഫ് പറഞ്ഞു ഒരു 1.5 മണിക്കൂർ ടൈം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 1.5 മണിക്കൂർ എൻ്റെ വെറുതെ കളയണം. ഞാൻ അന്നേരം ബിബിനെ വിളിച്ചു ചോദിച്ചു, ബിബിനെ ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു. അന്നേരം ബിബിൻ പറഞ്ഞു ഇത് ആലുവായ്ക്ക് അടുത്താണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ബിബിനെ ആ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ. അപ്പം പുള്ളി അതിൻ്റെ ഓണറിൻ്റെ നമ്പർ വന്ന് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു ശരി ഞാൻ സ്ഥലം കാണിക്കാറുണ്ട്. അന്നേരം ഞാൻ ഉടനെ ബിബിനെയും കൂട്ടിക്കൊണ്ട് ബിബിൻ്റെ വണ്ടിയിൽ നേരെ ആലുവയിൽ അങ്കമാലി പോയി ആ പ്രൊജക്റ്റിൻ്റെ ലാൻഡ് പോയി കണ്ടു. അപ്പം അന്നേരം അവിടെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും രാത്രി 9 മണിയായി. ചെന്നപ്പോഴത്തേക്കും ഒരു നെഞ്ചൊപ്പം കാടാണ്, അങ്ങോട്ട് കടക്കാൻ മേലാത്തൊരു ഇതാണ്. അപ്പം ഈ കാടെല്ലാം കൂടി നമ്മൾ ഈ കാട്ടിൽ കൂടെ പോയി ശീലമുള്ളതുകൊണ്ട് കാടെല്ലാം കൂടി ചവിട്ടി മാറ്റി അവിടെ ചെന്നപ്പോഴത്തേക്കും വളരെ വിശാലമായൊരു നല്ലൊരു സ്ഥലമായിരുന്നു. മാത്രമല്ല അവിടെ പ്രോജക്റ്റും അനൗൺസ് ചെയ്തു. അവിടെ പ്രൊജക്റ്റും അന്നേരം തന്നെ അനൗൺസ് ചെയ്തു. ആ സ്ഥലം കിട്ടി. എത്ര വില്ലകളാണ് അവിടെ? അവിടെ ആദ്യമേ നമ്മൾ അനൗൺസ് ചെയ്തത് 32 വില്ലയാണ്. പിന്നെ ഒരു പ്രൊജക്റ്റും കൂടെ അവിടെ അതിനോട് ചേർന്ന് 30 വില്ലയും കൂടെ കൂട്ടി അങ്ങനെ 62 വില്ലയുടെ 5 ഏക്കറുള്ളൊരു പ്രൊജക്റ്റിലേക്ക് ഡെവലപ്പ്. എന്താണ് പ്രോജക്റ്റിൻ്റെ പ്രത്യേകത? എറണാകുളത്ത് അതായത് ആലുവായിൽ നിന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 5 കിലോമീറ്ററിനടുത്തേ ഉള്ളൂ. എന്നാൽ കൊച്ചി എയർപോർട്ടിൽ നിന്ന് 10 കിലോമീറ്റർ നമുക്കുള്ളൂ, ദൂരമുള്ളൂ. ഓക്കെ, എളുപ്പമുണ്ട് വഴി. പ്രൈസ് റേഞ്ചിലുള്ള പ്രൈസ് വരുന്നത് നമുക്കവിടെ 60 ലക്ഷം മുതൽ 1.25 കോടി വരെയുള്ള വീടുകളാണ്. പിന്നെ അവിടെ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഗൾഫുകാർ മാത്രമാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ 5 ലക്ഷം രൂപ എന്നാൽ ബാക്കി എമൗണ്ട് ലോൺ കൊടുക്കും. നമ്മൾ ലോൺ കൊടുക്കും. 5 ലക്ഷം രൂപ അഡ്വാൻസ് എന്നാൽ ബാക്കി എമൗണ്ട് ലോൺ കൊടുക്കും. അവർ എലിജിബിലിറ്റി ഉള്ളവരാണ് എങ്കിൽ അത് വെരിഫൈ ചെയ്തിട്ട് അത് നമ്മളല്ല കൊടുക്കുന്നത്, ബാങ്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിൽ നിന്ന് കൊടുക്കും. അത് വളരെ പ്രകൃതിരമണീയമായ സ്ഥലവുമാണ്. അവിടെ സ്ഥലമെന്ന് പറഞ്ഞാൽ നല്ല നിരന്ന നല്ല സ്ഥലമാണ്. അതായത് അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ എളവൂര് സെൻറ്റ് ആൻ്റണീസ് ചർച്ചുണ്ട്. ചർച്ചുമായിട്ട് ഒരു 200 മീറ്റർ നിരപ്പെന്ന് പറഞ്ഞാൽ നല്ല ഹൈവേ പോലുള്ള, അതായത് അവിടെ നിന്ന് ആലുവായ്ക്കും അങ്കമാലിക്കും ഉള്ള മെയിൻ റോഡുമായിട്ട് നമ്മളുമായിട്ട് അടുത്താണ്. റെസ്റ്റോറൻറ്റിൽ ഞാനൊരു പ്രത്യേകത കണ്ടത്, താങ്കളൊരു തീരുമാനമെടുത്താൽ ആ നിമിഷം അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഞാൻ തന്നെ താങ്കളോട് ചോദിച്ചിട്ടുണ്ട്, രാത്രിയൊക്കെ പോയി ആരെങ്കിലും ഒരു സ്ഥലം കണ്ട് പിറ്റേ ദിവസം കാലത്ത് ടോക്കൺ കൊടുക്കുന്നവരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലെ സീക്രട്ട് എന്താണ്? പക്ഷെ ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അത് എത്രയും പെട്ടെന്ന് അതിന് തീരുമാനമെടുക്കുക. അത് എടുക്കുന്ന തീരുമാനം വിജയത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് 4 പ്രാവശ്യം ആലോചിച്ചിട്ട് വിജയത്തിലേക്ക് എത്തുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ തീരുമാനത്തിലേക്ക് ചാടി മുമ്പോട്ട് പോവുക. അത് അന്നേരം തന്നെ മനസ്സിൽ അവിടെ ഒരു വില്ലയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതെങ്ങനെ ഇരിക്കണമെന്ന് അന്നേരം തന്നെ നമ്മൾ പ്ലാൻ കണക്കൂട്ടി മുമ്പോട്ട് പോകും. ഒരു ദിവസമായിട്ട് എത്ര മണിക്കൂർ വർക്ക് ചെയ്യും? ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് 6:30 ആകുമ്പോൾ പള്ളിയിൽ പോകും. അത് കഴിയുമ്പം തൊട്ട് ഞാൻ വർക്കിലേക്ക് ഇറങ്ങുവാണ്. ഏതാണ്ട് രാത്രി 11 മണി വരെയും നമ്മുടെ മനസ്സിൽ ഇത് മാത്രമേ 24 മണിക്കൂർ ബിസിനസ്. അത് മാത്രം. എന്താണ് ഈ ചിന്ത? എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഈ പ്രൊജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും, കസ്റ്റമർക്ക് എങ്ങനെ ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ UK തിരിച്ചു പോയിരുന്നെങ്കിൽ അത് നഷ്ടമായേനെ. തീർച്ചയായിട്ടും. ഇന്ന് വളരെ CMR വില്ല എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ചങ്ങനാശ്ശേരിയിലും, കോട്ടയത്താണോ ചങ്ങനാശ്ശേരിയിലാണ്? ചങ്ങനാശ്ശേരിയിലും എറണാകുളത്തും വന്നു, കണ്ണൂരും ഒക്കെ കീഴടക്കി മുന്നോട്ട് പോവുകയാണ്, വളർച്ചയുടെ പാതയിലാണ്. ഈ CMRലേക്ക് എങ്ങനെയാണ് വരുന്നത്? CMR എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമേ ഞാൻ ആ വില്ല പ്രൊജക്റ്റ് ഫസ്റ്റിൽ എൻ്റെ വീടിൻ്റെ താഴെ ഒരു ബേസ്മെൻ്റ് ഉണ്ട്. എൻ്റെ വീട് വലിയൊരു വീടാണ്. അതിൻ്റെ താഴെ 3 നില വീടാണ്. അതിൻ്റെ അടിയിൽ ഒരു 120 സ്ക്വയർ ഫീറ്റിനകത്ത് ഒരു ചെറിയ റൂമായിട്ട് ഇറങ്ങി. അവിടെ ചെറിയ മുക്കട വില്ല പ്രൊജക്റ്റ് എന്നായിരുന്നു ഇറങ്ങി. അങ്ങനെ ഒരു 3-4 വർഷം പോയി. അത് കഴിഞ്ഞപ്പോൾ ഈ ചെറിയ മുക്കട വില്ല പ്രൊജക്റ്റ് എന്നുള്ളതിനൊരു ഗുമ്മില്ലാത്തത് കൊണ്ട് CMR എന്നാക്കി, ചെറിയ മുക്കട റെസ്റ്റിൻ വില്ല പ്രൊജക്റ്റ് എന്നാക്കി. അങ്ങനെയാണ് CMR ആയി. പക്ഷേ ആ ഒരു പേര് കഴിഞ്ഞപ്പം തൊട്ട് ഭയങ്കര ഹൈയിലേക്ക് എത്തി. കോട്ടയം പ്രോജക്റ്റ് എന്താണ്? കോട്ടയം പ്രോജക്റ്റ് വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ എത്ര വില്ലകളാണ് അവിടെ വരുന്നത്? 16 വില്ല. 1 ഏക്കർ 25 സെൻറ്റ് സ്ഥലത്ത് 16 വില്ലകളാണുള്ളത്. വർക്ക് അവിടെ വരുന്നത് 60 ലക്ഷം തൊട്ട് 90 ലക്ഷം രൂപ വരെയും വരുന്നതാണ്. അവിടെയും കോമൺ ആയിട്ട് എല്ലാ പ്രൊജക്റ്റിലും കോമൺ സ്വിമ്മിംഗ് പൂള്, ക്ലബ് ഹൗസ്. എന്താണ് നിങ്ങളുടെ ഗ്യാരണ്ടി? വീടുകൾക്കെല്ലാം ഞങ്ങൾ ടോട്ടൽ 5 ഇയർ കൺസ്ട്രക്ഷൻ ഗ്യാരണ്ടി ഉണ്ട്. കൂടാതെ മറ്റ് മെറ്റീരിയൽസിനെല്ലാം 10 ഇയർ വാറൻറ്റി ഉണ്ട്. പിന്നെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എല്ലാം റോക്ക, ജാഗ്വാർ അതൊക്കെയുള്ള കറക്റ്റായ ഷെഡ്യൂളാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ രീതികൾ ഗ്യാരണ്ടികളും ഉണ്ട്. താങ്കളൊരു സമയം പറഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ വില്ല തീർത്തു കൊടുത്തില്ലെങ്കിൽ താങ്കൾക്ക് എത്രയോ ശതമാനം പണം തരണ്ടെന്ന് പറഞ്ഞ ആളാണ്. അതെന്താണത്?
അതായത് സാറിപ്പോൾ എൻ്റെ ഒരു വീട് എടുക്കുകയാണ്, നമ്മൾ തമ്മിൽ എഗ്രിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ എഗ്രിമെൻ്റ് എഴുതുന്ന ദിവസം മുതൽ 6 മാസം കൊണ്ട് ഞാൻ ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കിയിട്ട് താക്കോൽ തരും. സപ്പോസ് താക്കോൽ തരാൻ പറ്റിയിട്ടില്ല എങ്കിൽ ടോട്ടൽ കോസ്റ്റിൻ്റെ 20% കുറച്ച് തന്നാൽ മതി. അതായത് ഉദാഹരണത്തിന് 50 ലക്ഷത്തിനാണ് വീട് എടുക്കുന്നതെങ്കിൽ ഞാൻ ഈ 6 മാസം കൊണ്ട് പണി പൂർത്തിയാക്കിയില്ല, സാറ് 10 ലക്ഷം കുറച്ച് തന്നാൽ മതി. അതാണ് നിങ്ങളുടെ ഗ്യാരണ്ടി. കൂടാതെ വേറൊരു ഗ്യാരണ്ടി ഉണ്ട്. ഇവിടെ കോമൺ ആയിട്ടുള്ള സൗകര്യങ്ങൾ പറയും, സ്വിമ്മിംഗ് പൂള്, ക്ലബ് ഹൗസ്, ഗാർഡൻ, ജിംനേഷ്യം. ഇതൊക്കെ നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ പ്രൊജക്റ്റിന് 2025 ഡിസംബർ 29 തിങ്കളാഴ്ച ഈ പ്രൊജക്റ്റിൻ്റെ മറ്റ് കോമൺ ഫെസിലിറ്റികളെല്ലാം പൂർത്തിയാക്കി കൊടുക്കും. സപ്പോസ് തീർത്തിട്ടില്ല എങ്കിൽ ടോട്ടൽ കോസ്റ്റിന് 20% എനിക്ക് കുറച്ച് തന്നാൽ മതി. ഞാൻ എഗ്രിമെൻ്റ് ആയിട്ട് എഴുതി തരും. എന്നെക്കൊണ്ട് തീർക്കാൻ പറ്റുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾ കേട്ടു ഇന്ത്യക്കാരൻ ജോസഫ് അഥവാ റെസ്റ്റൻ ജോസഫിൻ്റെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കഥ. ഈ കഥ നീണ്ടുപോയെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അദ്ദേഹം പച്ചയായ ഒരു മനുഷ്യനാണ്. മലബാറിൽ നിന്ന് ഒരു ചെറിയ രീതിയിൽ തുടങ്ങി അദ്ദേഹത്തിൻ്റെ വേരുകൾ ഇന്ന് പടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള സത്യസന്ധനായ നേരെ പോ എന്നുള്ള നിഷ്കളങ്കനായ ഒരു സംരംഭകനാണ്. വ്യക്തിപരമായി അറിയുന്നത് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായത് അദ്ദേഹം വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്. വളരെ പാഷനേറ്റാണ്. ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ പെട്ടെന്ന് തീരുമാനങ്ങളെടുത്ത് ഉടൻ നടപ്പിലാക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം ഈ നിലയിലേക്ക് എത്തിയത്. അദ്ദേഹം വളരെ ആദ്യം 150 രൂപയ്ക്കൊക്കെ ജോലി ചെയ്തിരുന്നൊരു വ്യക്തിയാണ്. ഇതിലേക്ക് വളരാൻ അദ്ദേഹം കാണിച്ച ആ പാഷൻ നമുക്കൊക്കെ ഒരു മാതൃകയാണ്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കും, ചെയ്യണോ വേണ്ടയോ. അതിന് എത്രയോ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങളെടുത്ത് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതല്ല, ഒരു തീരുമാനമെടുത്താൽ ആ നിമിഷം തന്നെ അതിൻ്റെ മുന്നിലേക്ക് ഇറങ്ങുക. തടസ്സങ്ങൾ ഉണ്ടാവും എന്നുള്ളത് 101% ഉറപ്പാണ്. തടസ്സങ്ങൾ വരുമ്പോൾ ആ തടസ്സങ്ങൾ നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കും. അതാണ് ഇന്ത്യക്കാരൻ ജോസഫ് നമ്മളെ പഠിപ്പിച്ചത്. റെസ്റ്റൻ, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയായിരുന്നു. താങ്കളും താങ്കളുടെ CMR വില്ലയൊക്കെ ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിലെ പാർട്ട്നേഴ്സും ടീമും എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും.